എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്ന് ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ധ്യാന വിജയത്തിന്റെ യോഗ രഹസ്യങ്ങൾ ധ്യാന വിജയത്തിന്റെ യോഗ രഹസ്യങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമസ്തേ. നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളുടെ ശിവകുണ്ഡലിനി ക്രിയ പരിശീലിക്കുന്ന ആദ്യ സാധകന്മാർ മുതൽ ആയുഷ്കല പരിശീലിക്കുന്നവർ, വജ്രശക്തികല പരിശീലിക്കുന്നവർ, തന്ത്രയോഗം അഭ്യസിക്കുന്ന സാധകന്മാരൊക്കെ തന്നെ ഇപ്പൊ നിലവിലെ കണക്കനുസരിച്ച് 117ഓളം പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ ഒരു വൈകിയ സമയത്ത് ഇത്രയും ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ധ്യാനം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്, അല്ലെ? എന്താണ് ധ്യാനം? അപ്പൊ നമ്മള് വജ്രശക്തികല പരിശീലിക്കുന്നവര്, ആയുഷ്കല പരിശീലിക്കുന്നവര്, ശിവകുണ്ഡലിനി ക്രിയ പരിശീലിക്കുന്നവരെല്ലാം ധ്യാനം ചെയ്യുന്നവരാണ്. അപ്പൊ ധ്യാന വിജയത്തിന്റെ യോഗ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരിശീലിക്കുന്ന എല്ലാ പ്രാക്ടീസുകളിലും ധ്യാനമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വജ്രശക്തികല, നമ്മളുടെ പുതിയ കോഴ്സായിരിക്കുന്ന വജ്രശക്തികല പരിശീലിക്കുന്നവർക്കറിയാം, ലെവൽ 1 നമ്മൾ ജാഗ്രതാ ധ്യാനം ചെയ്യുന്നുണ്ട്, അല്ലെ? ലെവൽ 2 വജ്രശക്തികല പരിശീലനത്തിൽ ചക്ര ജാഗ്രതാ ധ്യാനം എന്ന ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. തന്ത്ര അഭ്യസിക്കുന്നവരൊക്കെ അറിയാം, തന്ത്രയിൽ ഓരോ പരിശീലനങ്ങൾ കഴിയുമ്പോഴും ശാന്തമായിരുന്ന്, അല്ലെ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭവങ്ങളെ, അനുഭൂതികളെ നിരീക്ഷിക്കാൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ധ്യാനമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ധ്യാനം? എന്തിനാണ് നമ്മൾ ധ്യാനം പഠിക്കേണ്ടത്? എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്? 3 ചോദ്യങ്ങളാണ്. എന്താണ് ധ്യാനം? എന്തിനാണ് ധ്യാനം? എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്? എന്തിന് എന്നുള്ളതാണ് ഇതിന്റെ തിയറി, ഇതിന്റെ സൈദ്ധാന്തിക വശം. എങ്ങനെ എന്നുള്ളതാണ് ഇതിന്റെ പ്രാക്ടീസ്. അപ്പൊ എന്താണ് ധ്യാനം? ധ്യാനത്തെ പറ്റി അനേക ശ്ലോകങ്ങളുണ്ട്. ധ്യാനം നിർവിഷയമന തുടങ്ങിയിട്ട് നമ്മളുടെ അനേക ഗ്രന്ഥങ്ങളിൽ ഒക്കെ ധ്യാനത്തെ പറ്റി വിവിധ തരത്തിലുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും പൊതുവെ നമ്മൾ ധ്യാനം എന്ന് പറയുമ്പോൾ അത് മഹർഷി പതഞ്ജലി മുന്നോട്ട് വെച്ച അഷ്ടാംഗ യോഗ മാർഗത്തിലെ 7ാം സ്റ്റെപ്പായിട്ടാണ് ധ്യാനത്തെ പൊതുവെ നമ്മൾ യോഗശാസ്ത്രം പഠിക്കുമ്പോൾ പറയുന്നത്. അഷ്ടാംഗ യോഗം. എന്താണ് അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ? അഷ്ടം എന്ന് പറഞ്ഞാൽ 8, അഷ്ടാംഗം 8 അംഗങ്ങൾ, 8 അവയവങ്ങൾ, 8 ഭാഗങ്ങൾ, 8 പാർട്ടുകൾ, അല്ലെ, 8 പാർട്സ്. അഷ്ടാംഗ യോഗം. യോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈശ്വരനുമായി ലയിപ്പിക്കുന്ന വിദ്യയാണ്. സംയോഗോ യോഗയുക്തിത്വോ ജീവാത്മാ പരമാത്മനോ, അല്ലെങ്കിൽ ജീവാത്മാ പരമാത്മാ ലയനം യോഗം, അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ യോഗശാസ്ത്രം അഭ്യസിക്കുന്നവരുണ്ട്, തന്ത്രശാസ്ത്രം അഭ്യസിക്കുന്നവരുണ്ട്, വേദാന്ത ശാസ്ത്രം അഭ്യസിക്കുന്നവരുമുണ്ട്. അല്ലെ, ഇതെല്ലാം യോഗമാണ്. യോഗം, അല്ലെ, കുണ്ഡലിനി യോഗം, രാജ യോഗം, മന്ത്ര യോഗം, എല്ലാം യോഗമാണ്. ലയ യോഗം, നാദ യോഗം, സ്വര യോഗം, ചക്ര യോഗം, എല്ലാം യോഗമാണ്. അല്ലെ, യൂണിയൻ, നമ്മൾ ഈശ്വരനുമായി ഒന്നു ചേരുക. എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ? ഒന്നു ചേരലാണ്. നമ്മൾ കുടുംബ യോഗം, വാർഷിക പൊതുയോഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ, ഒരു മീറ്റിംഗ് എന്ന രീതിയിൽ ഒരു യോഗം. ഇവിടെ യോഗം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പാരമാർത്ഥിക അർത്ഥത്തിലാണ്. അതായത് മനുഷ്യബോധം ഈശ്വരീയ ബോധമായിട്ട് പരിണമിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ മനുഷ്യബോധം അതിമാനുഷിക ബോധമായും, അല്ലെങ്കിൽ ഒരു യോഗിയുടെ ബോധമായും, അവിടെ നിന്നൊരു ഋഷിയുടെ ബോധമായും, ആ ബോധതലത്തിൽ ഉയർച്ച പ്രാപിച്ച് ദൈവീക സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ബോധമായും, അവിടെ നിന്ന് പരബ്രഹ്മ ഈശ്വരീയ പരമേശ്വര ബോധമായും പരിണമിക്കാൻ കഴിയുക. ഇത് കുറച്ച് വേദാന്തത്തിന്റെ ഭാഷയായിട്ട് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെല്ലാം വലിയ സംഭവങ്ങളാണ്, പക്ഷെ നമ്മളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളുടെ പോരായ്മകളെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. നമ്മളുടെ ശക്തിയെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല, അല്ലെ? നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല. വാസുദേവൻ സാറിന്റെ ഓഡിയോ ഓണാണ്.
വാസുദേവൻ സാറിന്റെ ഓഡിയോ ഓൺ ഓഫായി. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മളുടെ ജീവിതത്തില് പലപ്പോഴും ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി നമ്മളുടെ ജീവിതത്തിൽ തന്ന പല നേട്ടങ്ങളെയും പല അനുഗ്രഹങ്ങളെയും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മളുടെ ഇല്ലായ്മകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. അല്ലെ, ഈ ഭൂമിയിൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉടലെടുക്കുന്ന സമയം മുതൽ ഈ പ്രകൃതിയാകുന്ന അമ്മ, ഈ പ്രകൃതീശ്വരിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത്. അല്ലെ, അമ്മയുടെ ഉദരത്തിൽ നമ്മൾ കിടന്നപ്പോ അമ്മ കഴിച്ച ആഹാരവും അമ്മ ശ്വസിച്ച വായുവും ഇതെല്ലാമാണ് നമുക്ക് കിട്ടിയത് അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ. ഇതാണ് പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയും. ഭൂമിയിലേക്ക് വന്നപ്പോഴോ നമ്മളുടെ പോറ്റമ്മയായ ഈ പ്രകൃതീശ്വരി നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്നു, നമുക്ക് ചവിട്ടി നടക്കാനുള്ള ഒരു ഇടം തന്നു, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം ആരാ തരുന്നത്? ഈ പ്രകൃതിയാവുന്ന അമ്മയാണ് നമുക്ക് തരുന്നത്, അല്ലെ? അപ്പൊ ഒരു മനുഷ്യ ശിശുവിന്റെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉടലെടുക്കുന്നത് മുതൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ പ്രപഞ്ച ശക്തി, ഈ പ്രപഞ്ച ചൈതന്യം നമ്മളെ പരിപാലിക്കുകയാണ്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു, കാടുകൾ വെട്ടി നമ്മൾ നശിപ്പിക്കുന്നു, അല്ലെ? വായുവിനെ മലിനമാക്കുന്നു, ജലത്തെ മലിനമാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാ? മനുഷ്യരാണ്. എന്നിട്ടും ഈ പ്രകൃതിയാകുന്ന ഈശ്വരി തന്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഈ പ്രകൃതീശ്വരിയാണ്. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ ഇതെന്റെ ശരീരമാണ് എന്ന് ഞാൻ പറയുമ്പോഴും ഇതിന്റെ ഉള്ളിൽ അനുനിമിഷം നടക്കുന്ന, നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇതിന്റെ ഉള്ളിൽ അനുനിമിഷം നടക്കുന്ന കോടാനുകോടി ദൈവരാസ പ്രവർത്തനങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. നിങ്ങൾ ഇന്ന് 9 മണിക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കാം. ഇനി അങ്ങേര് എപ്പോഴാണ് ക്ലാസ് നിർത്തുന്നതെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആമാശയം, സെക്കൻഡ് ബ്രെയിൻ, അല്ലെ, നമ്മളുടെ ആമാശയം അതിനെ ദഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പോഷകങ്ങളെ ചെറുകുടലിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, വിസർജ്യത്തെ വൻകുടലിലൂടെ ശരീരം പുറന്തള്ളുന്നുണ്ട്. നിങ്ങൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങളെ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഓരോ കോശങ്ങളും വളരുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന വായുവിൽ ഓക്സിജൻ മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും നൈട്രജനും എല്ലാം ഉണ്ട്. അതിൽ നിന്ന് വളരെ ഇന്റലിജന്റ് ആയ നമ്മളുടെ ശ്വാസകോശം നമുക്ക് ആവശ്യമായ ഓക്സിജനെ സ്വീകരിക്കുന്നു, അല്ലെ? മറ്റുള്ളതിനെല്ലാം പുറന്തള്ളുന്നു. 5-ാം വയസ്സിൽ ഇരുന്നത് പോലെയല്ല ഈ 50-ാം വയസ്സിൽ നമ്മളുടെ ശരീരം ഇരിക്കുന്നത്. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം, മണ്ണും വെള്ളവും വായുവും സർവ്വതും തരുന്നത് പ്രകൃതിയാകുന്ന ഈ ഒരു അമ്മയാണ്. പലപ്പോഴും ഈ നേട്ടങ്ങളെ, അമ്മ നൽകിയ ഈ അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നു, പ്രകൃതിയെ കുറ്റപ്പെടുത്തുന്നു, ലോകത്തെ കുറ്റപ്പെടുത്തുന്നു. നമുക്കുള്ള നേട്ടങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. നമുക്ക് 3 നേരവും ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിശോക്തിയായി തോന്നും. പക്ഷെ യാഥാർത്ഥ്യമാണ്. 3 നേരവും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, പാർപ്പിടമില്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, ലോകത്തുണ്ട്. സൊമാലിയ പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ആഹാരം കഴിക്കാൻ അവർക്ക് നിവൃത്തിയില്ല, അല്ലെ? അപ്പൊ നമ്മൾ പലപ്പോഴും അത് നമ്മൾ മറന്നു പോകുകയാണ്. നമുക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാരതമാകുന്ന ഈ ഒരു മഹാദേശത്ത്, ഈ പുണ്യഭൂമിയിൽ നമ്മൾ ജനിച്ചു, അല്ലെ? നമ്മൾ ഈ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സമയം പോലും വളരെ പവിത്രമായ പുണ്യമായ സമയമാണ്. എന്തുകൊണ്ടാ? മഹാകുംഭമേള എന്ന വളരെ വലിയ ഒരു, അല്ലെ, ലോകം തന്നെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഗമം എന്നാണ് കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. 45 കോടി പ്രതീക്ഷിച്ചെടുത്ത് 55 കോടിയിലധികം ആൾക്കാർ ഇതേവരെ സന്ദർശിച്ചു കഴിഞ്ഞു. പ്രയാഗ്രാജില് ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടെ അവർ മഹത്തായ കുംഭസ്നാനം നടത്തുന്നു. എത്രയോ അഘോരികൾ 10-12 വർഷങ്ങളായി, അല്ലെങ്കിൽ അതിനപ്പുറമായ വർഷങ്ങളായി ഹിമാലയത്തിലെ കാശിയിലെ നിഗൂഢ ഭൂമികളിൽ തപസ് ചെയ്ത മഹാമനീഷികളായിരിക്കുന്ന അഘോരികളും താന്ത്രികരും നാഗസന്യാസിമാരും മഹായോഗികളും മനുഷ്യരെ, സാധാരണ മനുഷ്യരെ കാണാനും അനുഗ്രഹിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന വളരെ പവിത്രമായൊരു പുണ്യമുഹൂർത്തം, സുദിനമാസത്തിലാണ് നമ്മളും കടന്നു പോകുന്നത്. ജനുവരി 13 മുതൽ ശിവരാത്രി വരെയുള്ള ഈ ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രഹങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക സ്ഥിതിയിൽ വന്ന് വളരെയധികം ആത്മീയ സ്പന്ദനങ്ങൾ ഈ ഭൗമാന്തരീക്ഷത്തിലും മനുഷ്യന്റെ ചക്രങ്ങളിലും ഒക്കെ നിറയുന്ന ഒരു സമയമാണ്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രകൃതി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ അറിയുക, അതിനോട് നന്ദി പറയുക.
3 നേരം നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും ഒരു നേരം പോലും ആഹാരം കഴിക്കാത്തവർ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയുക. സുഖകരമായ AC-യിൽ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, ഒരു ഓലക്കീറ് പോലും ഇല്ലാതെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്നവരെ നമ്മൾ അറിയുക. നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയുക. അപ്പൊ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി പറയുക. തന്ത്രശാസ്ത്രത്തിൽ ഒരു സാധന തന്നെയുണ്ട്, നന്ദി സാധന എന്ന് പറയും. അതായത് താന്ത്രികർ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് പറയും, അമ്മേ, നമ്മൾ ഉപാസനാമൂർത്തിയോട് പറയും, അമ്മേ, എന്റെ ഹൃദയം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്പന്ദിക്കുന്നു, അതിന് നന്ദി. അല്ലെ? രാത്രി നമ്മൾ കിടന്നു, ഹൃദയം രാത്രി നിലച്ചുപോയാൽ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേൽക്കുവോ? ഇല്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഹൃദയം എന്റെ ഉള്ളിൽ സ്പന്ദിക്കുന്നു, എന്റെ ഉള്ളിൽ മഹത്തായ ഈശ്വരീയ ശക്തിയുടെ, പരമേശ്വരിയുടെ ചൈതന്യം, പ്രാണശക്തി പ്രവഹിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, നന്ദി. അല്ലെ? അതേപോലെ തന്നെ രാവിലെ നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈശ്വരനോട്, ഗുരുക്കന്മാരോട്, പ്രകൃതിയോട് നന്ദി പറഞ്ഞ് നമ്മൾ തുടങ്ങും. രാത്രി കിടക്കാൻ സമയം എന്ത് ചെയ്യും? ഇന്നത്തെ ജീവിതം സന്തോഷകരമാക്കിയതിന് നന്ദി പറഞ്ഞ് നമ്മൾ കിടക്കാം. നന്ദി സാധന എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ധ്യാനം എന്ന് വിളിക്കുന്ന ഈ ഒരു ടെക്നിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശീലിക്കുമ്പോൾ വജ്രശക്തി കലയിലൂടെ, ആയുഷ് കലയിലൂടെ, ശിവകുണ്ഡലിനി ക്രിയയിലൂടെ, തന്ത്രയിലൂടെ ഒക്കെ പഠിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഈ ധ്യാനം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈശ്വരനെ, പ്രകൃതി ശക്തിയെ വണങ്ങാനും അതിനോട് സമരസപ്പെട്ട് പോകാനുമുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. രണ്ടാമതായി, ഈശ്വരനും പ്രകൃതിയും നമുക്ക് നൽകിയ കഴിവുകളെ, അനുഗ്രഹങ്ങളെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാൻ കഴിയണം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രകൃതിയോട്, ഇത്രേ പറഞ്ഞതിന്റെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ധ്യാന ക്രിയകൾ ചെയ്യുന്ന യോഗിമാർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയാകുന്ന നമ്മളുടെ പോറ്റമ്മയെ നമ്മൾ സംരക്ഷിക്കുക. നമ്മളെ ജീവിതത്തിൽ ഒരു മരമെങ്കിലും വച്ച് പിടിപ്പിക്കണമെന്ന് പൂർവികർ പറയും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാവും തെങ്ങും മാവും ഒക്കെ നിങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണോ? ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ മാവുണ്ട്. ഞാൻ വെച്ച് പിടിപ്പിച്ചതല്ല, എന്റെ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ആ പരമ്പരയിലുള്ളവർ പിടിപ്പിച്ചതാണ്, അല്ലെ? ഈ ലോകം തന്നെ. അപ്പൊ നമ്മളുടെ തലമുറകളോട് പോലും നന്ദിയുള്ളവരായിരിക്കുക. ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഈശ്വരനോട്, ഗുരുക്കന്മാരോട്, പ്രകൃതിയോട് നന്ദി പറഞ്ഞു തുടങ്ങുക. ഒരു ദിവസം കിടക്കുന്ന സമയത്തിന് മുമ്പ് മനസാ വാചാ കർമ്മണ നമ്മൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, മനസാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ, അവരോട് ക്ഷമ പറയുക. നമ്മൾ സ്വയം ഇന്നത്തെ ദിവസത്തെ വിലയിരുത്തുക. ഇന്ന് ഉണ്ടായ നേട്ടങ്ങൾക്കെല്ലാം ഈശ്വരനോട്, ഗുരുക്കന്മാരോട്, പ്രകൃതി ശക്തിയോട് നന്ദി പറഞ്ഞിട്ട് കിടക്കുക. അപ്പൊ ധ്യാനയോഗി ശീലിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നന്ദി സാധന എന്ന് പറയുന്നത്. അപ്പൊ അഷ്ടാംഗ യോഗ മാർഗത്തിൽ മഹർഷി പതഞ്ജലി പറഞ്ഞ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ കൂടിയുണ്ട്, അല്ലെ? യമം, നിയമം, ഡൂസ് ആൻഡ് ഡോൺസ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ളതാണ് അഷ്ടാംഗ യോഗ മാർഗം. ഇതിലെ 7ാമത്തെ ടെക്നിക്കാണ് എന്ത്? ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വജ്രശക്തി കല പരിശീലിക്കുമ്പോഴും, ആയുഷ് കല പരിശീലിക്കുമ്പോഴും, തന്ത്ര പരിശീലിക്കുമ്പോഴും എല്ലാം ഈ അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന പ്രധാന മെത്തേഡുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലേ? തന്ത്ര പരിശീലിക്കുന്നവർ പ്രാണായാമം ചെയ്യുന്നില്ലേ? ഇപ്പൊ കാളി സാധന ചെയ്യുന്നവർ കാളി പ്രാണായാമം ചെയ്യുന്നവരുണ്ട്. പുതുതായി തുടങ്ങിയിരിക്കുന്ന തന്ത്രശാസ്ത്രത്തിലെ കോഴ്സിൽ പങ്കെടുക്കുന്നവർ ചന്ദ്രസൂര്യ പ്രാണായാമങ്ങൾ അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വജ്രശക്തി പരിശീലിക്കുന്നവര് വ്യത്യസ്ത തരത്തിലുള്ള പ്രാണായാമ പരിശീലനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അഷ്ടാംഗ യോഗമാർഗത്തിൽ മഹർഷി പതഞ്ജലി പറഞ്ഞ നമ്മളുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്നതിനുള്ള, മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനുള്ള അനേക മെത്തേഡുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോ ഈ പ്രാണായാമം നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മന്ത്രങ്ങൾ നന്നായിട്ട് ജപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുക? ധ്യാനം സംഭവിക്കുക. ധാരാളം പേര് ചോദിക്കുന്നുണ്ട്, ധ്യാനം മാത്രമായിട്ട് പഠിപ്പിക്കുമോ? നമ്മൾ പറയാറുണ്ട്, ധ്യാനം മാത്രമായിട്ട് പഠിപ്പിക്കില്ല. കാരണം ധ്യാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അനേക ധ്യാന വിദ്യകളുണ്ട്. നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. 5 ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ധ്യാന മെത്തേഡുകൾ ഋഷികൾ ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ? ഒന്ന്, നമ്മളുടെ കണ്ണ്. അത് തരുന്ന അനുഭവം എന്താണ്? കാഴ്ചയാണ്. 2, നമ്മളുടെ ചെവി. അത് തരുന്ന അനുഭവം എന്താണ്? കേൾവിയാണ്. 3, നമ്മളുടെ മൂക്ക്, അല്ലെ? ഗന്ധം ആണ് നമുക്ക് തരിക. 4, നമ്മളുടെ നാവാണ്, രുചി ആണ് നമുക്ക് തരിക. 5, നമ്മളുടെ ത്വക്കാണ്, സ്പർശനമാണ് നമുക്ക് തരിക.
ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ നമ്മൾ കാണുന്നത്. കണ്ണ് കാഴ്ചയെയും, ചെവി കേൾവിയെയും, മൂക്ക് ഗന്ധത്തെയും, നാവ് രുചിയെയും, ത്വക്ക് സ്പർശനത്തെയും തരുന്നു. ഇതിലൂടെയാണ് നിങ്ങൾ അറിവ് സ്വീകരിക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്യുന്നതും എല്ലാം ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച അറിവുകളാണ്. അല്ലേ? വേറെ എവിടെന്നെങ്കിലും നമുക്ക് ഇപ്പൊ അറിവ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. 6ാം ഇന്ദ്രിയം ആക്റ്റീവ് ആയാൽ 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറമായ ലോകങ്ങളുടെ അറിവുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കുന്നതിന് ഋഷികൾ അനേക ധ്യാന മെത്തേഡുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണുമായി ബന്ധപ്പെട്ട വിവിധ ധ്യാന പരിശീലനങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒരു ധ്യാന പരിശീലനമാണ് ജ്യോതിർധ്യാന വിദ്യ എന്ന് പറയും. എന്താണ് ഈ ജ്യോതിർധ്യാന വിദ്യ എന്ന് പറഞ്ഞാൽ? ഒരു ജ്യോതിസിനെ, ജ്യോതിസ് എന്ന് വെച്ചാൽ ഒരു പ്രകാശത്തെ, ഒരു വെളിച്ചത്തെ ധ്യാനിക്കുന്നതാണ് ജ്യോതിർധ്യാന വിദ്യ. നമ്മൾ തന്ത്രശാസ്ത്രമൊക്കെ പഠിക്കാനായിട്ട് പോകുന്ന സമയങ്ങളിൽ ഗുരുകുലങ്ങളിലൊക്കെ ആദ്യം നമ്മളുടെ കണ്ണിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നത് ഈ ജ്യോതിർധ്യാന വിദ്യ. ജ്യോതിർധ്യാന വിദ്യയുടെ ഭാഗമായിരിക്കുന്ന ദീപത്രാടകം. എന്താണ് ആ വിദ്യയുടെ പേര്? ദീപത്രാടകം എന്ന് വെച്ചാൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കും നമ്മുടെ മുമ്പിൽ. അതൊരു മൺചിരാതാകാം, ഒരു നിലവിളക്കാവാം, ഒറ്റ ദീപമുള്ള ഒരു വിളക്ക്. നമ്മൾ ആ വിളക്കിന്റെ എവിടെ നോക്കണം? കത്തുന്ന ജ്വലിക്കുന്ന ദീപത്തിൽ എന്തിനെ വെച്ച് നോക്കണം? കണ്ണിനെ വെച്ചിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇളകാതെ അനങ്ങാതെ നമ്മൾ നോക്കണമെന്ന് പറയും. അപ്പൊ 5 ഇന്ദ്രിയങ്ങളിൽ അല്ലെ, പഞ്ചേന്ദ്രിയാൽ നയനം പ്രധാനം എന്ന് നമ്മൾ പറയാറുണ്ട്. 5 ഇന്ദ്രിയങ്ങളിൽ കണ്ണ്, കാഴ്ചയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. നാം എന്താണോ കാണുന്നത് അതിനനുസരിച്ച് മനസ്സ് രൂപപ്പെടും. നാം എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ച് മനസ്സ് രൂപപ്പെടും. നമ്മൾ എന്താണോ ഗന്ധം, എന്താണോ രുചി, എന്താണോ ഏറ്റവും അധികം ഇടപഴകുന്നത് അതനുസരിച്ചാണ് മനസ്സ് രൂപപ്പെടുക. അതാണ് സത്സംഗം എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മള് നല്ല ആധ്യാത്മിക സാധന ചെയ്യുന്നവരുടെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ, ആചാര്യന്മാരുടെ കൂടെ, പ്രസ്ഥാനങ്ങളുടെ കൂടെ നമ്മൾ നിരന്തരം ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ആധ്യാത്മികമായ കാര്യങ്ങളോട് താല്പര്യമുണ്ടാകും. അല്ലെ? ഭജൻ കേൾക്കുന്നു, കീർത്തനം ജപിക്കുന്നു, പ്രാണായാമം ചെയ്യുന്നു, നാമം ജപിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു കൂട്ടാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയായി മാറും. മറിച്ച് നന്നായിട്ട് മദ്യപിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന ഒരു കമ്പനിയാണ് നമുക്കുള്ളതെങ്കിൽ, അവർക്കൊപ്പമാണ് നമ്മൾ എപ്പോഴും കഴിയുന്നതെങ്കിൽ, നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഇത് വരും. അല്ലെ? നമ്മൾ കൂട്ടുകെട്ടെന്ന് പറയും. സത്സംഗം അതിൽ ഏറ്റവും നല്ല കൂട്ടുകെട്ടാണെന്നാണ് പറയുക. അപ്പോ 5 ഇന്ദ്രിയങ്ങൾ ഏറ്റവും അധികം സമയം ചെലവിടുന്നത് എവിടെയാണ്? കണ്ണുകൊണ്ട് നിങ്ങൾ ഏറ്റവും അധികം കാണുന്നത് എന്താണ്? ചെവി കൊണ്ട് ഏറ്റവും കേൾക്കുന്നത് എന്താണ്? ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതൊരു നിമിഷമാണെങ്കിലും, ഒരു മിനിറ്റ് ആണെങ്കിലും, ഒരു ദിവസം, ഒരാഴ്ച, എത്രയാണെങ്കിലും നമ്മൾ എന്താണോ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും ഇതിൽ നിന്നാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത്. നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല മനസ്സ് രൂപപ്പെടും. അല്ലെ? ഏറ്റവും ദുർഗുണങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുകയും ചീത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും കേൾക്കുകയും അങ്ങനെയുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മനസ്സ് ആ രീതിയിലായിരിക്കും രൂപപ്പെടുക. ഇപ്പോ നമ്മള് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ എന്താ പറയുക, ഈ നല്ല ആശ്രമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊക്കെ നിരന്തരം പോകുന്ന ഒരാള് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നല്ലൊരു മനസ്സ് ഉണ്ടാവും. ഒരു കല്ലാണെങ്കിൽ പോലും അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം അല്ലെ സൗരഭ്യം, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും അധികം മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയാണ് മനസ്സ് രൂപപ്പെടുക? 5 ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഡേറ്റാസ് ആണ് നിങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ കാഴ്ചയും കേൾവിയും രുചിയും സ്പർശനവും ഗന്ധവും ഒക്കെയാണ് ഈ മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് രുചിക്കുക, നല്ലത് മണക്കുക, നല്ലത് സ്പർശിക്കുക എന്ന് പറയും. 5 ഇന്ദ്രിയങ്ങളെ നല്ലതിലേക്ക് തിരിച്ചുവിട്ടാൽ നമുക്ക് നല്ലതാകാൻ കഴിയും. ഈ 5 ഇന്ദ്രിയങ്ങൾ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ മനസ്സ് എങ്ങനെ രൂപപ്പെടും? നെഗറ്റീവായിട്ട് രൂപപ്പെടും. അതാണ് നമ്മൾ ജീവിക്കുന്ന കുടുംബം, നമ്മൾ ഇടപെടുന്ന മേഖല, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മളുടെ മനസ്സിനെ, സ്വഭാവത്തെ രൂപപ്പെടുത്തും എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് വേണം? ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും നിഷ്ഠയും, ഒപ്പം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും വേണം.
ഏറ്റവും പ്രധാനമായി നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കാൻ പഠിക്കണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, കണ്ണിന്റെ ഏകാഗ്രതയുമായി ബന്ധപ്പെട്ട് ദീപത്രാടകം എന്നൊരു വിദ്യയുണ്ട്. അതായത് ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിനെ നമ്മൾ നോക്കി നമ്മളുടെ ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ് ദീപത്രാടകം എന്ന് പറയുന്നത്. ഇനി സൂര്യത്രാടകം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓടിച്ചു പറയുന്നത്. ധ്യാനത്തിന്റെ വിവിധ മെത്തേഡുകൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ. മറ്റൊന്നാണ് സൂര്യത്രാടകം എന്ന് പറയും. ഉദയ സൂര്യനെ നോക്കുന്നതാണ് എന്ത് സൂര്യത്രാടകം എന്ന് പറയും. സൂര്യൻ ഉദിച്ച് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ സൂര്യനെ നമ്മൾ ഒരു 10 സെക്കൻഡ് കണ്ണിമ വെട്ടാതെ നോക്കും, എന്നിട്ട് കണ്ണടയ്ക്കും. എന്നിട്ട് അകത്ത് കണ്ട സൂര്യന്റെ ആ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ ആകമാനം നിറയുന്നതായിട്ട് നമ്മൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യും. നമ്മളുടെ തേജസ്, നമ്മളുടെ ഓജസ്, അല്ലെ വൈറ്റമിൻ ഡി പോലെയുള്ള വൈറ്റമിനുകൾ നമുക്ക് എന്തിൽ നിന്നാ കിട്ടുക? വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം ശരീരത്തിലേക്കുമ്പോഴാണ് നമ്മുടെ ത്വക്കില്, നമ്മുടെ ബോഡിയിൽ അത് രൂപപ്പെടുത്തുന്നത് നമുക്കറിയാം. അപ്പൊ ഇളവെയിൽ കൊള്ളുക, രാവിലെ സൂര്യൻ ഉദിച്ച് ഒരു 1-1.5 മണിക്കൂറിനുള്ളിലുള്ള സമയം, ഉച്ചക്ക് 12 മണിക്ക് പോയി നോക്കരുത്. സൂര്യനെ ഒരു 2-3 മിനിറ്റ് ഒക്കെ നോക്കി നിന്ന് ആ പ്രകാശം നമ്മളിലേക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ തേജസ് വർദ്ധിക്കും, നമ്മളുടെ ഓജസ്സും തേജസ്സും ചൈതന്യവും വർദ്ധിക്കും എന്നാണ് പറയുക. അതേപോലെ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയം സൂര്യപ്രകാശമേറ്റ് സൂര്യനെ നോക്കുന്നത് അത്തരത്തിലൊരു സൂര്യത്രാടക വിദ്യയാണ്. ഇതുപോലെയാണ് ചന്ദ്രത്രാടകം എന്ന് പറയും. നല്ല പൗർണമി ദിവസം അങ്ങനെയുള്ള ചില സാധനകളൊക്കെ യോഗയിലും തന്ത്രയിലും ഉണ്ട്. പൗർണമി ദിന സാധനകൾ എന്ന് പറയും. ചന്ദ്രനെ നോക്കിക്കൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും എന്നാണ് പറയുക. പിന്നെ നക്ഷത്ര ത്രാടകങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാന നക്ഷത്രം ശുക്രനാണ്, അല്ലെ? പടിഞ്ഞാറ് വശത്ത് ഉദിക്കുന്ന ശുക്രനാണ്. ആ ശുക്രനെ നോക്കിക്കൊണ്ട് ചെയ്യുന്ന നക്ഷത്ര ത്രാടക വിദ്യകളുണ്ട്. ഇതെല്ലാം കണ്ണിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ്, കണ്ണിന്റെ ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ബിന്ദുത്രാടകം എന്ന് വിളിക്കുന്ന വിദ്യയുണ്ട്. അതായത് ഒരു പൊട്ട്, ഒരു ബിന്ദു, ഒരു പോയിന്റ് നമ്മുടെ മുമ്പിൽ ഒരു ഭിത്തിയിൽ ഇട്ടിട്ട് അതിനെ നോക്കി ഇരിക്കും. അത് ചുവന്ന പൊട്ട് ത്രാടകം, കറുത്ത പൊട്ട് ത്രാടകം, അങ്ങനെ വിവിധ ത്രാടകങ്ങളുണ്ട്. ത്രാടക വിദ്യകളെല്ലാം തന്നെ കണ്ണിന്റെ ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അഘോര സമ്പ്രദായത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ കാശിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ അഗ്നിത്രാടകം ചെയ്യുന്നവരാണ്, അഘോരികൾ, അല്ലെ? കുംഭമേളയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഘോരികൾ അഗ്നിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അഗ്നി എവിടെയായിരിക്കും? അവർ ശ്മശാനാഗ്നി ത്രാടകരാണ്. എപ്പോഴും അവർക്ക് ധൂനി കത്തിക്കാൻ സമയമില്ല. ഇപ്പൊ ശ്മശാനത്തിലെ അഗ്നിയെ നോക്കി അഗ്നിത്രാടകം ചെയ്യുന്നവരുണ്ട്. വജ്രസമാനമായ കണ്ണുകളോടുകൂടിയ തീഷ്ണമാണ് അവരുടെ നോട്ടം, ആജ്ഞാ ശക്തി സ്ഫുരിക്കുന്നതായിരിക്കും അവരുടെയൊക്കെ നോട്ടം. അപ്പോ ഇത് പ്രധാനമായിട്ടും കണ്ണിന്റെ ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഏത് വിദ്യ? ഈ ത്രാടക ധ്യാന വിദ്യകൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തിന്റെ ഭാഗമാണ്? ജ്യോതിർത്രാടകത്തിന്റെ അല്ലെങ്കിൽ ജ്യോതിർധ്യാന വിദ്യയുടെ ഭാഗമാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കുക. അപ്പൊ കണ്ണിന്റെ ഏകാഗ്രതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. മറ്റൊന്നാണ് ചെവി. ചെവി എന്താണ് തരുന്നത്? നാദമാണ് തരുന്നത്, അല്ലെ? നിങ്ങൾ ടിബറ്റൻ സമ്പ്രദായങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അവിടെയൊക്കെ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ കണ്ണടച്ച് നമ്മളോട് ഇരിക്കാൻ പറയും. എന്നിട്ട് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബൗള് പോലെ ഒരു സംഗതി ഉണ്ട്, അതിലിങ്ങനെ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അവിടെ ഓംകാരനാദം പോലെ ടിങ് പറഞ്ഞ റിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് ആ ഗുരു നമ്മളോട് പറയും ഈ സൗണ്ടിനെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ മണികൾ ഉണ്ടാവും, ഇങ്ങനെ കറങ്ങുന്ന തൂണുകൾ പോലെയുള്ള സംഗതികളുണ്ട്. അതിങ്ങനെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റോറിങ് സൗണ്ട് ഉണ്ട്, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ വലിയ ബെല്ല് അവിടെ ഉണ്ടാവും, അതിങ്ങനെ അടിക്കും, ടിങ്. ടിബറ്റൻ സമ്പ്രദായങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അതിനെ നമ്മൾ കേൾക്കാൻ പറ്റും. അതായത് ചെവിയുടെ ശക്തിയെ, ചെവിയുടെ ഏകാഗ്രതയെ കൂട്ടുന്നതിനാണ് അവർ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഇത് നാദയോഗ വിദ്യകൾ എന്നാണ് അറിയപ്പെടുക. നാദയോഗ ധ്യാനം, അതായത് നാദത്തെ ധ്യാനം ചെയ്യുക. മറ്റത് കണ്ണുമായി ബന്ധപ്പെട്ട് ജ്യോതിർധ്യാന വിദ്യകൾ, ദീപത്രാടക വിദ്യകൾ, സൂര്യത്രാടകം, ചന്ദ്രത്രാടകം, നക്ഷത്രത്രാടകം, ബിന്ദുത്രാടകം, അഗ്നിത്രാടകം, ഇതൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്രാടക വിദ്യകളാണ്. നാദം, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്രാടക വിദ്യകൾ ഇതുണ്ട്, അല്ലെ? മണിനാദത്തെ ശ്രദ്ധിക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്, അല്ലെ? ശംഖനാദത്തെ കേൾക്കുക, ഇടക്കയെ കേൾക്കുക, ചെണ്ടനാദത്തെ കേൾക്കുക, കുഴല് വിളിക്കുന്നത് കേൾക്കുക. ഇതെല്ലാം ചെവിയുടെ ഒന്നിലേക്കുള്ള പോസിറ്റീവ് എനർജിയിലേക്കുള്ള ആ ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്, അല്ലെ? ഒരാൾ വളരെയധികം ചീത്ത പറയുന്നു, ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഒരുപാട് ചീത്ത പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുക? ഒരു ഇറിറ്റേഷൻ ആണ് ഉണ്ടാവുക.
മറിച്ച് പൊതുസ്ഥലത്ത് നിന്ന് ഒരാൾ മനോഹരമായ ഒരു പാട്ട് പാടുന്നു, ഒരു കീർത്തനം ആലപിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുക? പോസിറ്റീവ് ആയിരിക്കുന്ന എനർജിയാണ് നമുക്ക് ഉണ്ടാകുക, അല്ലെ? അപ്പൊ പോസിറ്റീവും എനർജിയും ഉണ്ട്, നെഗറ്റീവ് എനർജിയും ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള കാഴ്ചയുമുണ്ട്, നെഗറ്റീവുമായിട്ടുള്ള കാഴ്ചയുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ശബ്ദവുമുണ്ട്, നെഗറ്റീവുമായിട്ടുള്ള ശബ്ദമുണ്ട്. ഈ ശബ്ദ തരംഗങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അപ്പോ അങ്ങനെയുള്ള നാദയോഗ ധ്യാന വിദ്യകളുണ്ട്. ഒരു മണിനാദം, അല്ലെങ്കിൽ ശംഖനാദം, അല്ലെങ്കിൽ ഒരു ബെല്ല് മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക മന്ത്രങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട്, ഇപ്പൊ ഓം പുറപ്പെടുവിച്ചുകൊണ്ട് അതിനെ കേൾക്കുന്ന വിദ്യകൾ. ഇത് നാദയോഗ വിദ്യ അല്ലെങ്കിൽ നാദയോഗ ധ്യാനം എന്നാണ് അറിയപ്പെടുക. ചെവിയുടെ ഇതിനെ വർദ്ധിപ്പിക്കുക, ഏകാഗ്രത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഗന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ത്രാടക വിദ്യകളുണ്ട്. ഗന്ധത്രാടക വിദ്യ, ത്രാടകമല്ല, ഗന്ധ ധ്യാന വിദ്യകളുണ്ട്. ഗന്ധധ്യാനം, അതായത് ഇപ്പം നമ്മൾ ആ അങ്ങനെയുള്ള ധ്യാനത്തില് ഈ ഉദ്യാന ധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനം കണ്ടിട്ടുണ്ട്. അതായത് വളരെ മനോഹരമായ ഉദ്യാനത്തിൽ നമ്മളെ കൊണ്ട് ഇരുത്തും. അതിന് ഒരു ഏരിയയിൽ മുഴുവൻ റോസാപ്പൂക്കളായിരിക്കും, അല്ലെങ്കിൽ മുല്ലപ്പൂക്കളായിരിക്കും. ഈ ഗന്ധത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ആ ഒരു ഏരിയയിൽ മൊത്തം റോസാപ്പൂക്കളാണെങ്കിൽ റോസാപ്പൂക്കളുടെ ഗന്ധം അറിഞ്ഞിരിക്കുക, മുല്ലപ്പൂക്കളാണെങ്കിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം അറിഞ്ഞ് നമ്മൾ ഇരിക്കുക. ഇനി അതല്ല, ഒരു റൂമിൽ ഇരുത്തും, എന്നിട്ട് സാമ്പ്രാണി അല്ലെങ്കിൽ ഈ ചന്ദനത്തിരി അല്ലെങ്കിൽ അതുപോലെ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കൾ പുകയ്ക്കും. എന്നിട്ട് ആ ഗന്ധത്തെ എന്ത് ചെയ്യും? നമ്മൾ അറിഞ്ഞ് നമ്മൾ ഇരിക്കുക. ഇത് ഗന്ധ ധ്യാന വിദ്യകൾ എന്നറിയപ്പെടും. ഇതൊക്കെ പഴയ കാലങ്ങളിലൊക്കെ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ നാവുമായി ബന്ധപ്പെട്ട, രുചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. അതായത് ഒട്ടും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന ഈ വിദ്യകളാണ് ഇതൊക്കെ. പഴയ കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു കൽക്കണ്ടം നാവിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ആ കൽക്കണ്ടം ലയിച്ച് 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 തീരുന്നത് വരെ, അലിഞ്ഞലിഞ്ഞ് തീരുന്നത് വരെ എന്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഏകാഗ്രതാ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ് കൽക്കണ്ടം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ലേ, അപ്പൊ മനസ്സതിലേക്ക് കേന്ദ്രീകരിക്കും, അല്ലെ? ആ കൽക്കണ്ടം ലയിച്ച് തീരുന്നത് വരെ, അലുത്ത് തീരുന്നത് വരെ ആ ധ്യാനയോഗി കൽക്കണ്ടത്തെ ധ്യാനിക്കും. കൽക്കണ്ട ധ്യാനം എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള ചില വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കൾ കൊടുത്തിട്ട് ഈ ഏകാഗ്രതാ ശക്തി കൂട്ടും. ധ്യാനത്തിലേക്കുള്ള വിവിധ മെത്തേഡുകളാണ് പറയുന്നത്. മറ്റൊന്ന് സ്പർശം. സ്പർശമണി എന്ന് വിളിക്കുന്ന ഇതുണ്ട്. അതൊരു സ്ഫടികഗോളം പോലെ ഒരു സംഗതിയായിരിക്കും. ഒരു സ്ഫടികത്തിൽ നിർമ്മിച്ചതോ അല്ലെങ്കിൽ ചില പ്രത്യേക മെറ്റൽസ് ഉപയോഗിച്ച്, അത് ഇരുമ്പ് കൊണ്ടുള്ളത്, ചെമ്പ് കൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത്, സ്വർണം കൊണ്ടുള്ളത്, ഇത്തരത്തിൽ സ്ഫടികം കൊണ്ടുള്ളത്, ചില പ്രത്യേക ശിലകൾ, ഇതിനെ നമ്മൾ സ്പർശിക്കും. സ്പർശിച്ചിട്ട് ആ സ്പർശനം, കൈകൾ അതിൽ സ്പർശിച്ചിരിക്കുന്ന അനുഭവത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള, അതായത് 5 ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത ധ്യാനമുറകൾ പഴയകാല പരമ്പരകൾ മുതൽ, അത് യോഗത്തിലാണെങ്കിലും തന്ത്രത്തിലാണെങ്കിലും വേദാന്ത ശാസ്ത്രത്തിലാണെങ്കിലും ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം ധ്യാനവിദ്യകളാണ്. കണ്ണുമായി ബന്ധപ്പെട്ട്, ചെവിയുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ ഗന്ധവുമായി ബന്ധപ്പെട്ട്, രുചിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്പർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിൽ അനേക മെത്തേഡുകളുണ്ട്. ഇതെല്ലാം നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നതാണ്. ഒരു ധ്യാനം പൂർണ്ണമാകണമെങ്കിൽ ഒന്നാമത് നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ്. നമ്മളിപ്പോ വജ്രശക്തികല പ്രാക്ടീസ് ചെയ്യുന്നവര്, കുണ്ഡലിനിക്രിയ പ്രാക്ടീസ് ചെയ്യുന്നവര്, തന്ത്ര പുതുതായിട്ട് പഠിക്കുന്നവര് പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ശ്രദ്ധ കിട്ടുന്നില്ല, ശ്രദ്ധ പോകുന്നു. ജയദേവൻ സാറിന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ചോദ്യങ്ങൾ ലാസ്റ്റ് ചോദിക്കാം. ഞാൻ 9:45 നിർത്തും. അടുത്ത 15 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഇപ്പൊ വജ്രശക്തികല പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓം ധ്യാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്ത്രയിലെ പ്രത്യേക പ്രാണായാമം ചെയ്യുമ്പോൾ, മന്ത്രം ചെയ്യുമ്പോൾ എനിക്ക് ശ്രദ്ധ വരുന്നില്ല. എങ്ങനെയാണ് എനിക്ക് ശ്രദ്ധ കൂട്ടാൻ പറ്റുക? ധ്യാനത്തിലേക്കുള്ള നമ്മളുടെ പ്രയാണത്തിൽ ശ്രദ്ധ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ശ്രദ്ധ ഒന്നാമത്തെ പടിയാണെന്നാണ് പറയുക. എന്താണ് ശ്രദ്ധ എന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധാവാൻ ലഭതേ മോക്ഷം. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം, അറിവ്, പരമമായ അറിവുണ്ടാവുക. ശ്രദ്ധയുള്ളവനാണ് ഈശ്വര സാക്ഷാത്കാരം, നിർവ്വാണം, എൻലൈറ്റ്മെന്റ്, മോക്ഷം കിട്ടുക എന്നൊക്കെ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധ മനസ്സിന്റെ ഒരു ഭാവമാണ്, അല്ലെ? മനസ്സ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെടുന്നത്. നമ്മൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ ദീപത്രാടകം ചെയ്യുന്നു, ദീപധ്യാനം ചെയ്യുന്നു.
അഞ്ചിന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണ് ദീപത്തിൽ കേന്ദ്രീകരിക്കും. അല്ലെങ്കിൽ നാദയോഗം പ്രാക്ടീസ് ചെയ്യുന്നു. അതിൽ മണിനാദത്തെ അല്ലെങ്കിൽ ഓംകാരനാദത്തെ, ശംഖനാദത്തെ നമ്മൾ കേൾക്കുന്നു. അല്ലെ? അനേക ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. ഇപ്പൊ നിങ്ങൾ ദീപത്രാടകം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുറിയിൽ ദീപം മാത്രമല്ല, അനേക കാര്യങ്ങളുണ്ട്. പക്ഷെ അനേക കാര്യങ്ങളിൽ നിന്നും കണ്ണിനെ നമ്മൾ മാറ്റി ഒന്നിൽ കേന്ദ്രീകരിപ്പിക്കുന്നു. ഒന്നിലേക്കുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ കേന്ദ്രീകരണമാണ് എന്തെന്ന് പറയുക? ശ്രദ്ധ എന്ന് പറയുക. അല്ലെ? കേന്ദ്രീകരണം. ഇന്ദ്രിയം, അതായത് കണ്ണ് ദീപത്തിൽ കേന്ദ്രീകരിച്ചാലേ മനസ്സവിടെ ലയിക്കും. ചെവി നാദത്തിൽ ശ്രദ്ധിച്ചാലേ നമുക്ക് ആ മനസ്സ് അങ്ങോട്ട് ലയിപ്പിക്കാൻ പറ്റും. അല്ലെ? ഇപ്പൊ നിങ്ങൾ കണ്ണടച്ചുറങ്ങുന്നു, നിങ്ങളുടെ ചെവി തുറന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ ഉറക്കത്തിൽ. എന്തുകൊണ്ടാ? മനസ്സ് അല്ലെങ്കിൽ മനസ്സിനെ ചലിപ്പിക്കുന്ന പ്രാണൻ ഉള്ളിലേക്ക് വന്നു. കണ്ണടഞ്ഞു, ചെവി നമ്മളുടെ അടച്ചിട്ടില്ല. അല്ലെ? ഈ ഹോളാരെങ്കിലും അടച്ചു വെച്ചോ? ഇല്ല. പക്ഷെ ഉറക്കത്തിൽ നമ്മൾ ഒന്നും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാ? അവിടെ മനസ്സ് അന്തർയാമിയാണ്. ഉള്ളിലേക്ക് ബോധമനസ്സ് ഉപബോധ മനസ്സിലേക്ക് മാറുന്നു. ഉപബോധ മനസ്സിന്റെ തലത്തിൽ മാറുന്നു. പ്രാണൻ ഉൾവലിയുന്നു. ഇപ്പൊ കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്നും പറയും. അല്ലെ? ഇപ്പൊ ഒരാൾക്ക് കണ്ണുണ്ട്, പക്ഷെ അയാളുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ? അത് കേവലം ഒരു ഇന്ദ്രിയം മാത്രമാണ്, പ്രവർത്തിക്കാത്തൊരു ഇന്ദ്രിയം മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ശ്രദ്ധ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ കുണ്ഡലിനി ക്രിയ, വജ്രശക്തികൾ ചെയ്യുന്നവരാണെങ്കിൽ പ്രാണായാമം ചെയ്യുമ്പോൾ ആ പ്രാണായാമത്തിന്റെ അനുഭവങ്ങളെ അറിയുക. അല്ലെ? കണ്ണടച്ചിരുന്ന് പ്രധാനമായും അവിടെ കേൾവിക്കാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അനുഭവത്തിനാണ് പ്രാധാന്യം. ബ്രീത്ത് കയറുമ്പോ ബ്രീത്ത് ആ മൂക്കിൽ തട്ടി ഉള്ളിലേക്ക് കയറുന്ന ഒരു അനുഭവമുണ്ട്, സ്പർശാനുഭവം. പഞ്ച ഇന്ദ്രിയങ്ങളിൽ ഒന്നായ 2 ഇന്ദ്രിയങ്ങൾ അവിടെ ഇൻവോൾവഡ് ആണ്. ഒന്ന് സ്പർശനം, അല്ലെ? 2 ഇന്ദ്രിയങ്ങളല്ല, 3 ഇന്ദ്രിയങ്ങൾ. ഒന്ന് ശ്വാസം കയറുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. 2 ശ്വാസം കയറുന്ന, സ്പർശിച്ച് കയറുന്ന അനുഭവത്തെ നമ്മൾ അറിയുന്നുണ്ട്. അതൊരു ഗന്ധത്തെയും നമ്മളത് അറിയുന്നുണ്ട്, വായുവിന്റെ ഗന്ധത്തെയും അറിയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക? പ്രാണായാമമാണ് ചെയ്യുന്നതെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കയറുന്ന ശബ്ദത്തെ കേൾക്കുക. 2 ആ കയറുന്ന ശ്വാസം മൂക്കിന്റെ ഉള്ളിൽ തട്ടി ഉള്ളിലേക്ക് കയറുന്ന അനുഭവത്തെ നമ്മൾ അറിയുക. 3 ആ വായുവിന്റെ ആ ഒരു ഗന്ധത്തെ നമ്മൾ അറിയുക. അതാണ് നമ്മൾ നല്ല ഔഷധങ്ങളായിരിക്കുന്ന അഷ്ടഗന്ധം ഒക്കെ പുകച്ചിട്ട്, പുകയിലിരുന്ന് ചെയ്യരുത്, നമ്മൾ തുമ്മും. ഇന്ന് ഈ ചന്ദനത്തിരിയൊക്കെ വളരെ കെമിക്കലാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ പുകച്ച് നിങ്ങളുടെ സാധനയ്ക്ക് മുമ്പ് ആ അന്തരീക്ഷത്തിലൊന്ന് പുകച്ചിട്ട്, പുകയിലിരുന്ന് ചെയ്യരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ വായുവിന് ഒരു ഔഷധ ഗുണം ഉണ്ടാകും. അതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊക്കെ പുകയ്ക്കാറില്ലേ. ഇന്നത് എല്ലാം കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. ചന്ദനത്തിരി ആണെങ്കിലും നമ്മൾ ധൂപൊക്കെ ആണെങ്കിലും അത് നല്ലത് നോക്കി വാങ്ങുക. നല്ല ഒറിജിനൽ സാധനം ജൈവമായിരിക്കുന്നതൊക്കെ കിട്ടും. അത് സാധനയ്ക്ക് മുമ്പ് പുകയ്ക്കണം മുറിയിൽ. ഓക്കെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പുകയൊക്കെ മാറിയിട്ട് ആ അന്തരീക്ഷത്തിലിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സാധിക്കും? ഗന്ധമറിയാൻ കഴിയും. അല്ലെങ്കിൽ നല്ല തുളസിപ്പൂവോ, കുറച്ച് തുളസിപ്പൂ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ മുറിയിൽ വെക്കുക. അല്ലെങ്കിൽ കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ട് വെക്കുക. അല്ലെങ്കിൽ കൂവളത്തിന്റെ ഇല എടുത്തിട്ട് വെക്കുക. അങ്ങനെ നല്ല ഗന്ധമുണ്ടാക്കുന്ന പൂക്കളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ വച്ചിട്ട് നമ്മൾ അതൊന്ന് ചെയ്താൽ, പൂക്കൾ വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. പുകയാണെങ്കിൽ അത് മാറിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? ശ്രദ്ധ കൂട്ടാൻ കഴിയും. അപ്പൊ മൂക്കിലൂടെ ബ്രീത്ത് കയറുന്ന അനുഭവത്തെ നമ്മൾ അറിയുക. 2 ബ്രീത്ത് കയറുന്ന ശബ്ദത്തെ ചെവി കൊണ്ട് അറിയുക. 3 വായുവിന്റെ ആ ഒരു ഗന്ധത്തെ നമ്മൾ അറിയുക. ഇറങ്ങുമ്പോൾ ആ ശ്വാസം മൂക്കിലൂടെ പോകുന്ന ശബ്ദത്തെ നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ വായിലൂടെ ആണെങ്കിൽ അത് എങ്ങനെയാണോ പ്രാണായാമത്തിലുള്ളത്. പിന്നെ ആ മൂക്കിൽ ടച്ച് ചെയ്ത, മൂക്കിന്റെ 2 നാസ്വാദ്വാരങ്ങളിലും ടച്ച് ചെയ്തു പോകുന്ന അനുഭവത്തെ നമ്മൾ അറിയുക. ഓക്കെ. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പുറത്തേക്ക് പോകുമ്പോൾ ഗന്ധം നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ആ ഉള്ളിൽ കൂടി വരുമ്പോൾ ഗന്ധവും നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ എന്ത് വർദ്ധിപ്പിക്കാം? ശ്രദ്ധ വർദ്ധിപ്പിക്കാം. അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ ഉള്ളതിൽ ഒന്നിലേക്കുള്ള കേന്ദ്രീകരണമാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ ഇന്ന് MG റോഡിലൊക്കെ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ചുറ്റും ബസ് ഓടുന്നുണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്, കടകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഏതിലായിരിക്കും? നമ്മുടെ മുമ്പിലുള്ള മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലായിരിക്കും നമ്മളുടെ ശ്രദ്ധ. ഓടയിലൊക്കെ വീഴാതെ ഈശ്വരാധീനം കൊണ്ട് ചിലപ്പോൾ നമ്മൾ നടന്ന് അതുവഴി പോവാം, അല്ലെ? അപ്പൊ അനേകം
കാഴ്ചകൾ നമുക്ക് മുൻപിലുണ്ട് ഒരു റോട്ടിൽ കൂടി നടക്കുമ്പോൾ. പക്ഷെ നമ്മളുടെ കാഴ്ച എന്തിലേക്കാണ്? അനേക കാഴ്ചകൾ ഉള്ളതിൽ നിങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ നയനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിലെ ഡിസ്പ്ലേയിലേക്കാണ്. അപ്പൊ അത് കണ്ണിന്റെ ശ്രദ്ധയാണ്. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സില് കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന ബഹളമുണ്ട്, യാത്രക്കാർ സംസാരിക്കുന്നുണ്ട്, അല്ലെ ബസ് ഓടുന്നതിന്റെ ഒരു മുഴക്കമുണ്ട്, ചുറ്റും വാഹനങ്ങൾ പോകുന്നതിന്റെ ശബ്ദങ്ങളുണ്ട്, അനേക ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അപ്പോഴാണ് ബസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ എന്തിലേക്ക്, നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ ഒന്നായ ചെവി എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും? നാദത്തിലേക്ക്, പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെ? അപ്പൊ അനേക ശബ്ദങ്ങൾ ഉള്ളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് കേന്ദ്രീകരിക്കുക. അനേക കാഴ്ചകൾ ഉള്ളതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിലേക്കുള്ള മനസ്സിന്റെ കേന്ദ്രീകരണമാണ് എന്ത്? ശ്രദ്ധ. അപ്പൊ ഒന്നിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇഷ്ടപ്പെടണം, താല്പര്യപൂർവം ചെയ്യണം. അപ്പൊ താല്പര്യപൂർവം ഇന്ദ്രിയം ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചാൽ മനസ്സ് ഏകാഗ്രമാകും. നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ, തന്ത്ര ചെയ്യുമ്പോൾ, വജ്രശക്തികൾ ചെയ്യുമ്പോൾ, കുണ്ഡലിനി ക്രിയ ചെയ്യുമ്പോൾ താല്പര്യപൂർവ്വം, അതാണ് നമ്മൾ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഇരുന്ന് ചെയ്യണം എന്ന് പറയാറില്ലേ? അപ്പൊ ആ ശ്വാസമാണ് കയറുന്നതെങ്കിൽ അതിനെ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അനേക കാഴ്ചകളിലുള്ളതിൽ ഒന്നിലേക്കുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ കേന്ദ്രീകരണം, അനേക ശബ്ദങ്ങൾ ഉള്ളതിൽ ഒന്നിലേക്കുള്ള ഒരു ഇന്ദ്രിയത്തിന്റെ കേന്ദ്രീകരണമാണ് ശ്രദ്ധ. അപ്പൊ എങ്ങനെ ശ്രദ്ധ വർദ്ധിപ്പിക്കാം? താല്പര്യപൂർവ്വം ബ്രീത്ത് കയറുമ്പോൾ പുഞ്ചിരിയോടെ അതിനെ അറിയണം, മന്ത്രം ചൊല്ലുമ്പോൾ പുഞ്ചിരിയോടെ അതിനെ അറിഞ്ഞാൽ ഈ ശ്രദ്ധ കൂടും. ശ്രദ്ധയുടെ അടുത്ത സ്റ്റെപ്പാണ് ഏകാഗ്രത എന്ന് പറയും. ഏകം, ഏകാഗ്രത, അല്ലെ? ഏകം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് എന്നാണ് അർത്ഥം. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധയുടെ കുറച്ചുകൂടി ഉയർന്നൊരു പടിയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൽ ഇരിക്കുക, അതിൽ മുഴുകുക. ശ്രദ്ധിക്കുന്ന, ഇപ്പൊ നമ്മളൊരു പാട്ട് കേട്ടു, അനേക ശബ്ദങ്ങളിലുള്ളതിൽ ഒരു പാട്ടിനെ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്തു, അത് നമ്മുടെ ശ്രദ്ധയായിട്ട് പറയുന്നു. ഒന്നാം പടി ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധയുടെ സമയം കൂടിക്കൂടി വരുമ്പോൾ എന്തായി? അത് ഏകാഗ്രമായി. അപ്പൊ ശ്രദ്ധയാണ് ഫസ്റ്റ് പടി. അതിന്റെ സമയം ദീർഘിച്ചു വരുമ്പോൾ അതിന്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുന്നു, ഏകാഗ്രമാകുന്നു. ഏതാണ്ട് ഒരു 16 സെക്കൻഡിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡിൽ കൂടുതൽ ഒന്നിലേക്ക് കണ്ണ് കേന്ദ്രീകരിച്ചാലോ, കണ്ണ് കേന്ദ്രീകരിക്കുമ്പോൾ അത് ശ്രദ്ധയായി. 16 സെക്കൻഡിനപ്പുറം ആ കേന്ദ്രീകരണം നീണ്ടുപോയാൽ അതെന്തായി? ഏകാഗ്രതയായി. ഒരു സൗണ്ട് നമ്മൾ അനേക ശബ്ദങ്ങൾ ഉള്ളതിൽ ഒന്നിനെ നമ്മൾ കേട്ടു, ഒന്നിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു, അത് ശ്രദ്ധയായി. 16-20 സെക്കൻഡിലപ്പുറം ആ ശബ്ദം നമ്മൾ ശ്രവിച്ചു കൊണ്ടിരുന്നാൽ അത് രണ്ടാം പടിയായിരിക്കുന്ന ഏകാഗ്രതയിലേക്ക് കിടക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണായാമം കയറുന്നു ഇറങ്ങുന്നു, ജസ്റ്റ് ശ്രദ്ധിക്കുന്നു, തുടർച്ചയായിട്ട് അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എന്തായി? അടുത്ത പടിയായി ഏകാഗ്രമാകുന്നു, അല്ലെ? ഏകാഗ്രതയുടെ അളവ് വീണ്ടും കൂടുകയാണ്. ഒരു 2-3 മിനിറ്റ് സമയത്തേക്ക് അതിലേക്ക് നമുക്ക് കേന്ദ്രീകരണം വന്നു. അതെന്തായി? ധാരണയായി എന്നാണ് പറയുക. ധാരണയായി. ധാരണ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ധരിക്കുക എന്ന് പറയില്ലേ? മാല ധരിക്കുക, വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടേതായി മാറും. അപ്പൊ ശ്രദ്ധ, ഏകാഗ്രതയുടെ അളവ് കൂട്ടി കൊണ്ടുവന്നാൽ 2-3 മിനിറ്റ് ഒക്കെ ഒന്നിലേക്ക് തന്നെ ലയിച്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് എന്തിലേക്ക് മാറുന്നു? നമ്മളുടെ ധാരണ എന്ന ഇതിലേക്ക് മാറും. ധാരണയിൽ ഏകദേശം ഒരു 7 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ തുടർച്ചയായി മുഴുകാൻ കഴിഞ്ഞാൽ അതാണ് ഒരു കുറഞ്ഞ സമയമാണ് ഞാൻ പറയുന്നത്, ധ്യാനമായി നമ്മൾ അതിലേക്ക് ലയിക്കുന്നു. പിന്നെ അതിൽ ഇടതടവില്ലാതെ മുഴുകിപ്പോയാൽ സമാധി എന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ശ്രദ്ധ, ഏകാഗ്രത, ധാരണ, ധ്യാനം, അടുത്ത സ്റ്റേജ് സമാധി എന്ന് പറയും. അപ്പൊ നമ്മളുടെ വിഷയം എന്താ? ധ്യാനമാണ്. അപ്പൊ നമുക്ക് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവരാണെങ്കിലും, വജ്രശക്തികല ചെയ്യുന്നവരാണെങ്കിലും, തന്ത്ര പരിശീലിക്കുന്നവരാണെങ്കിലും എങ്ങനെ ഈ ധ്യാനശേഷി വർദ്ധിപ്പിക്കാം? ഒന്നാമത് വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധ എങ്ങനെ കൂട്ടാം എന്ന് പറഞ്ഞു. ഇന്ദ്രിയത്തെ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാഴ്ചയാണെങ്കിൽ, കേൾവിയാണെങ്കിൽ, ശ്വാസം കയറി ഇറങ്ങുന്നതാണെങ്കിൽ താല്പര്യപൂർവ്വം പുഞ്ചിരിയോടെ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. അത് കുറച്ചു സമയം ശ്രദ്ധിക്കുമ്പോൾ അത് ഏകാഗ്രമാകും. ഏകാഗ്രത ദീർഘമാകുമ്പോൾ ധാരണയാകും. ധാരണ നമ്മൾ എന്തിലേക്ക് നയിക്കും? ധ്യാനം, ലയനം. അതായത് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അഗാധമായ ശാന്തി, അഗാധമായ ശക്തിബോധം, അഗാധമായ ഊർജം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ വജ്രശക്തികളെ പരിശീലിക്കുമ്പോൾ, കുണ്ഡലിനി ക്രിയ ചെയ്യുമ്പോൾ, തന്ത്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ
നിങ്ങളുടെ ഉള്ളിൽ ഒരു ഊർജം, ഒരു ശക്തി, ഒരു ചൈതന്യം, ഒരു ആനന്ദം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധ്യാനാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനാവസ്ഥ എന്ന് പറഞ്ഞാൽ സുഖകരമായ ശരീരത്തിന്റെ അവസ്ഥ, ശാന്തമായ മനസ്സിന്റെ അവസ്ഥ, സൂക്ഷ്മമായ ബുദ്ധിയുടെ അവസ്ഥ, ഇടതടവില്ലാതെ ഒരു ആനന്ദം, സന്തോഷം, ഒരു ബ്ലിസ് നമ്മുടെ ഉള്ളിൽ നിറയുന്ന അവസ്ഥ. ഇതാണ് ധ്യാനത്തിന്റെ ആദ്യപടി. ധ്യാനത്തിന് അനേക തലങ്ങളുണ്ട് അല്ലെ? ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോകേണ്ട അനേക തലങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ധ്യാനം ചെയ്യുന്ന ധ്യാനയോഗികൾക്ക് അതിന്റെ ധ്യാനശേഷി വർദ്ധിപ്പിക്കാനുള്ള യോഗയിലെ ഒരു മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് നമ്മൾ പറഞ്ഞു. 5 ഇന്ദ്രിയങ്ങളും 5 അനുഭവങ്ങളെ തരുന്നു. കണ്ണ് കാഴ്ചയെ, ചെവി കേൾവിയെ, മൂക്ക് ഗന്ധത്തെ, നാവ് രുചിയെ, ത്വക്ക് സ്പർശനത്തെ തരുന്നു. അപ്പോ ഏകാഗ്രത എങ്ങനെ ശ്രദ്ധ എങ്ങനെ വർദ്ധിപ്പിക്കാം? ധ്യാനം ചെയ്യുന്നവര് പ്രധാനമായും ശ്വാസം എടുത്തുവിടുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുന്ന ടെക്നിക്കാണ് നമ്മൾ ചെയ്യുക. അതിലേക്ക് താല്പര്യപൂർവം ബ്രീത്താണ് എടുത്തുവിടുന്നതെങ്കിൽ ചെവി കൊണ്ട് കേൾക്കണം, ആ സ്പർശാനുഭവം അറിയണം, ആ ഗന്ധത്തെ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണടച്ച് ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ താല്പര്യപൂർവം, ശ്രദ്ധയോടെ, പിന്നെ ഏകാഗ്രതയോടെ, ധാരണയോടെ നമ്മൾ ചെയ്താൽ അത് നമ്മളെ അഗാധമായ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകും. അത് തന്ത്ര പ്രാക്ടീസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കുണ്ഡലിനി ക്രിയ ആണെങ്കിലും വജ്രശക്തി കലയാണെങ്കിലും മറ്റേത് പരിശീലനമാണെങ്കിലും ഈ ഒരു രീതി നിങ്ങൾ പരിശീലിക്കുക. പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം കയറുന്ന അനുഭവം പുഞ്ചിരിയോടെ അറിയുക. ആ ശബ്ദം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗന്ധം അറിയുക. പോകുമ്പോൾ പോകുന്ന അനുഭവം, അത് സ്പർശിച്ചു പോകുന്ന അനുഭവം, അതിന്റെ ഒരു ഗന്ധം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ ആ മന്ത്രം ചൊല്ലുമ്പോഴുണ്ടാകുന്ന ശബ്ദം, ആ മന്ത്രം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു വൈബ്രേഷനെ നമ്മൾ അറിയുക. ഈ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും ധാരണയും വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ഡീപ്പായ ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കും. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ ലഘുവായിട്ട് ഒന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 10 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ധാരണ കിട്ടിയോ? 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങൾ, അതിൽ നിന്ന് മനസ്സ് രൂപപ്പെടുന്നത്, അതിനെ എങ്ങനെ ഏകാഗ്രമാക്കി നമ്മളുടെ ശ്രദ്ധ അല്ലെ ഏകാഗ്രത ഇത് നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. പറയൂ. നമസ്കാരം സാറേ, ചോദിക്കും. പറയൂ സോണ. സാറേ, ഇതുവരെയായിട്ട് ഈ ശ്വാസത്തിന്റെ അനുഭവത്തെ എനിക്ക് കിട്ടിയിട്ടില്ല സാറേ. ഞാനത് ഒരുപാട് ശ്രദ്ധ കൊടുത്ത് ചെയ്തിട്ടും അതിൽ പുറകോട്ട് പോവുകയാണ്. ചെയ്യുന്ന സമയം ഏതാ? രാവിലെ ഒരു 5:30 ടൈമിലൊക്കെ ഇപ്പം ചെയ്യുന്നത്. നേരത്തെ താമസിച്ചായിരുന്നു, 7 മണി കഴിഞ്ഞിട്ടൊക്കെ. എന്താണ് ശ്വാസത്തിൽ എന്താണ് കിട്ടാത്തത്? ശ്വാസം കയറി ഇറങ്ങുന്നത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അല്ല, ആ ശബ്ദം ഏകാഗ്രമാക്കാൻ കഴിയുന്നുണ്ടോ? ശബ്ദത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ല, നമ്മള് പിന്നെ സാറേ ബോധപൂർവം വലിക്കുമല്ലോ, നമ്മൾ സഹജമായത് അറിയാൻ പറ്റുന്നില്ല എനിക്ക്. ബോധപൂർവം അല്ല ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ പ്രാണായാമം ചെയ്യുന്നുണ്ടല്ലോ, ബ്രീത്ത് എടുക്കുന്നുണ്ട്, ബ്രീത്ത് വിടുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സോണ ഈ ബ്രീത്ത് കയറുന്ന ശബ്ദത്തെ ശ്രവിക്കാറുണ്ടോ? 2, സോണ ഈ ബ്രീത്ത് കയറുന്ന ടച്ചിങ് സെൻസേഷനെ അറിയാറുണ്ടോ? പുഞ്ചിരിയോടെയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. അപ്പൊ ഈ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. ഒന്ന് പുഞ്ചിരിയോടെ ഇരിക്കുക. പുഞ്ചിരിയോടെ ഇരുന്നിട്ട് ബ്രീത്ത് കയറുമ്പോ എന്താണ് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോഴേ ശ്രദ്ധ രൂപപ്പെടും. ഇപ്പൊ നമ്മൾ ബ്രീത്ത് എടുത്തുനിന്ന് വിടുന്നു, പക്ഷെ നമ്മളുടെ മനസ്സ് വേറെ വല്ല കാര്യങ്ങളിലുമാണെങ്കിൽ ഇത് നമുക്ക് അനുഭവവേദ്യമാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സ് കേന്ദ്രീകരിക്കണമെങ്കിൽ ഒന്നാമതൊന്ന് പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലെ നല്ല ഹോർമോണുകൾ സെറാട്ടോണിൻ, ഡോപ്പോമിൻ, ഓക്സിറ്റോക്സിൻ ഇതൊക്കെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ബ്രെയിനും മൈൻഡും ഒക്കെ റിലാക്സ് അവസ്ഥയിലേക്ക് വരും. പുഞ്ചിരിച്ചിട്ട് ബ്രീത്ത് കയറുമ്പോൾ മനസ്സുകൊണ്ട് അറിയണം, ഇതാ ബ്രീത്ത് കയറുന്നു, ആ ശബ്ദത്തെ അനുഭവത്തെ ഞാൻ അറിയുന്നു. ബ്രീത്ത് പോകുമ്പോൾ പുഞ്ചിരിയോടെ ബ്രീത്ത് പോകുന്നു, ഞാൻ അറിയുന്നു, ആ ശബ്ദത്തെ അറിയുന്നു. ഇങ്ങനെ മനസ്സിന് അതിൽ പണി കൊടുക്കുക. മനസ്സിനെ അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ആക്കുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും അതുണ്ടാവും. നമ്മളതല്ലാത്തതുകൊണ്ടാണ് അത് ഉണ്ടാവാത്തത്. ഓക്കെ, ശരിയായിക്കോ. എന്നിട്ട് ശരിയായാലും എന്നോട് പറയും. ഇപ്പൊ ശരിയാക്കും. ശരി. നമസ്കാരം സാറേ, നവാസാണ്. പത്തനാപുരം. നമസ്തേ. പറയൂ. നമസ്തേ.
സാറേ പറഞ്ഞോളൂ ഇത് നവാസ്. നമ്മള് നമസ്കാരം, അഫർമേഷൻ കേൾക്കാം. സെൽഫ് അഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ? ധ്യാന സമയത്ത് സെൽഫ് അഫർമേഷൻ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഐ എം അല്ല കോൺഫിഡൻസ്, ഐ നമ്മള് എം കറേജ്. ധ്യാന സമയത്ത് അല്ല അത് നമ്മളിപ്പോ നമ്മളുടെ ടെക്നിക്കിൽ അതുണ്ട്. സങ്കല്പ ക്രിയ അല്ലെങ്കിൽ സങ്കല്പം എന്നും പറഞ്ഞൊരു ടെക്നിക്ക് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ വജ്രശക്തി കല ചെയ്യുന്നവർക്കറിയാം, ഈ നിമിഷത്തിൽ ദിവ്യമായ പ്രാണപ്രകാശം എന്നിൽ നിറഞ്ഞിരിക്കുന്നു, ഈ നിമിഷത്തിൽ ഞാൻ പൂർണ്ണ ഊർജ്ജസ്വലനാണ്, ആരോഗ്യവാനാണ്, ആനന്ദവാനാണെന്ന് സ്പഷ്ടമായി നമ്മൾ പറയും. അപ്പോ എനിക്ക് ചോദിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, നമ്മൾ ശ്വാസം കയറുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അഫർമേഷൻസ് ഉരുവിടണമോ എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. ശ്വാസത്തിന്റെ, അതായത് പ്രാണായാമ ക്രിയകളാണെങ്കിൽ നമ്മൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബ്രീത്ത് കയറുന്ന അനുഭവവും ആ ശബ്ദവും ആണ്. അവിടെ പ്രത്യേകിച്ച് നിർദ്ദേശം മനസ്സുകൊണ്ട് പറയേണ്ടതില്ല. മനസ്സിനോട് അവിടെ പറയേണ്ടത് ശ്വാസം കയറുന്നതിനെ അറിയുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി, ആ ശബ്ദത്തെ ശ്രവിക്കുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. അല്ലെ? ശ്വാസം പോകുമ്പോൾ ആ ശ്വാസം പോകുന്ന അനുഭവത്തെ അറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി, ആ ശബ്ദത്തെ ശ്രവിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി എന്നാണ് മനസ്സിന് അവിടെ കൊടുക്കേണ്ട നിർദ്ദേശം. ശേഷം ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന സ്വയം നിർദ്ദേശങ്ങൾ നമ്മൾ അതായത് ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഏതാണ് ഇളകാത്ത ദീപം പോലെ, കാറ്റുണ്ടെങ്കിൽ ദീപം ആടിക്കൊണ്ടിരിക്കും. മനസ്സിങ്ങനെയാണ്. നമ്മള് നല്ല പൗർണമി ദിവസം എന്ന് വെച്ചാൽ നന്നായിട്ട് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന വെളുത്തവാവ് ദിവസം ഒരു ജലാശയത്തിൽ നമ്മൾ നോക്കിയാൽ ചന്ദ്രന്റെ പ്രതിബിംബം കാണാൻ പറ്റും അല്ലെ? മറ്റൊരു ചന്ദ്രനാണോ കുളത്തിലുള്ളതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ ജലാശയത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ടാലോ, ഈ ജലാശയം ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ചന്ദ്രബിംബത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് മനുഷ്യ മനസ്സ്. നമ്മുടെ ഉള്ളിലെല്ലാം അനന്തകോടി സൂര്യപ്രഭയോടെ ഈശ്വരീയ ശക്തി, ഈശ്വരീയ ചൈതന്യം നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും നമ്മളുടെ പലതരത്തിലുള്ള ഇമോഷനുകളാകുന്ന ഇളക്കം നമ്മളുടെ മനസ്സാകുന്ന ജലാശയത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ ഈശ്വരനാകുന്ന ചന്ദ്രബിംബത്തെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ആ ഇളക്കങ്ങൾ നിൽക്കുമ്പോൾ, ഓളങ്ങൾ നിൽക്കുമ്പോൾ ജലാശയത്തിൽ ചന്ദ്രബിംബത്തെ കാണാൻ കഴിയുമെന്നതുപോലെ മനസ്സിന്റെ ഇളക്കങ്ങൾ, വികൽപ്പങ്ങൾ, അഷ്ടാംഗയോഗത്തിലൊക്കെ പറയാറുണ്ട്, വികൽപ്പങ്ങൾ ഇതൊക്കെ മാറി മനസ്സ് ശാന്താവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ചന്ദ്രബിംബത്തെ കാണാൻ പറ്റും. അതിനാണ് പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും സങ്കല്പ ശാക്തീകരണ ക്രിയകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, വജ്രശക്തി കലയിൽ ഉൾപ്പെടെയുള്ള ടെക്നിക്കുകൾ. ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസിൽ ശ്രദ്ധിക്കാനായിട്ട് മനസ്സിനോട് പറയണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുഞ്ചിരിക്കുക, ബ്രീത്ത് കയറുന്ന അനുഭവത്തെ, ടച്ചിങ് സെൻസേഷനെ അറിയുക, ആ സൗണ്ടിനെ നമ്മൾ കേൾക്കുക, പുറത്തേക്ക് പോകുമ്പോൾ പുഞ്ചിരിക്കുക, ബ്രീത്ത് ടച്ച് ചെയ്ത് ത്വക്കിലൂടെ മൂക്കിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന അനുഭവത്തെ അറിയുക, സൗണ്ടിനെ കേൾക്കുക. ഇത്രയും ചെയ്താൽ ഏകാഗ്രമാകും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, ശരി. പറയൂ ആരായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? 10 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ്. നിങ്ങൾ കൈ ഉയർത്തിയിരിക്കുന്നവർക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചോദ്യമില്ല. നിങ്ങൾ സംശയം എല്ലാം കഴിഞ്ഞു. ചോദിക്കൂ. ഉമേഷ് ബാബു സാർ ചോദിക്കൂ. നമ്മളെ കൈ മടക്കം നേർക്കും ചെയ്യുന്ന ഒരു വ്യായാമമില്ല സാർ? ഇപ്പൊ വജ്രശക്തികല 1 or 2? 1 ഓക്കെ, ശരി. അതിന്റെ അതുപോലെ ഇത് നമ്മൾ എന്താണ് ബന്ധം കൈക്ക് മടക്കം നേർക്കം ചെയ്യുക. അപ്പൊ അതെന്തിനാണ് അതിന്റെ പ്രാധാന്യം എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മളുടെ മനുഷ്യ മനസ്സ് പ്രധാനമായും ഏകാഗ്രമാക്കുക എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിന്റെ, ഇനി നമ്മളിപ്പോ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു പരിശീലനം ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അതായത് പല കാര്യങ്ങളിൽ ചിതറിപ്പോകുന്നതാണ് മനുഷ്യ മനസ്സ് എന്ന് പറയും. നമ്മൾ പെട്ടെന്നാണ് മനസ്സ് ഒന്നല്ലെങ്കിൽ ഭൂതകാലത്തെ പറ്റി ചിന്തിക്കും, ഭാവി കാലത്തെ പറ്റി ചിന്തിക്കും. നമ്മൾ പ്രസന്റിൽ മുഴുകുന്നത് വളരെ കുറവാണ്. അപ്പൊ മനസ്സിനെ ഏകാഗ്രമാക്കുക, ഏകാഗ്രമായ മനസ്സിലൂടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുക എന്നുള്ളതാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ വജ്രശക്തികല 1 നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെ? ഇപ്പൊ കൈ എടുത്തിട്ട് നമ്മൾ വശങ്ങളിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുപോകുന്നു, ബ്രീത്ത് മൂക്കിലൂടെ എടുക്കുന്നു, വിട്ട് നമ്മൾ വരുന്നു. അപ്പൊ ഇവിടെ കൈയുടെ ഒരു ചലനമുണ്ട്. അതായത് ഒരു പ്രത്യേകമായ താളത്തിൽ കൈ വശങ്ങളിലേക്ക് ചലിക്കുന്നു അല്ലെ? നമ്മൾ ഇതിൽ ഉയർത്തി താഴ്ത്തി ചെയ്യുന്ന 2 ടെക്നിക്കുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ടെക്നിക്കിലാണെങ്കിലും കൈ മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ അല്ലെങ്കിൽ വശങ്ങളിലേക്ക് ചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ചലിക്കുന്ന ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കും.
ഇല്ല, നിങ്ങൾ നേരെ നോക്കിയിരിക്കുന്നതാണെങ്കിൽ ആ ഭിത്തിയിൽ കൂടി ഒരു പാറ്റ പോയാൽ, പല്ല് പോയാൽ, ഒരു പ്രാണി പറന്നു പോയാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ കണ്ണ് അതിനോടൊപ്പം ചലിക്കും. അപ്പൊ ഇന്ദ്രിയവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ് മനസ്സ്. ഈ ഡേറ്റാസ് എല്ലാം പോകുന്നത് നമ്മളുടെ മനസ്സിലാണ്. അപ്പൊ നമ്മൾ കണ്ണടച്ച് നമ്മൾ കൈ ചലിപ്പിക്കുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് താഴേക്ക് ചലിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചലിക്കുന്ന ഒന്നിലേക്ക് ഊർജം പ്രവഹിക്കും, പ്രാണൻ പ്രവഹിക്കും, ഫിസിക്കൽ ബോഡിയിൽ ബ്ലഡും വായുവും പ്രവഹിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പ്രവാഹം, അങ്ങനെ ഒരു ചലനം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് സ്വാഭാവികമായി മനസ്സ് കേന്ദ്രീകരിക്കപ്പെടും എന്നാണ് യോഗിമാര് പറയുക. മറ്റു പലതിനെയും പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഉയർന്നു താഴുന്ന കൈകളിലേക്ക്, അല്ലെങ്കിൽ വശങ്ങളിലേക്ക് പോകുന്ന കൈകളിലേക്ക്, മൂക്കിലൂടെ എടുത്തു വിടുന്നതിലേക്ക് സ്വാഭാവികമായും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഇതാണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന് ഫിസിക്കലി നമ്മൾ എനർജൈസ് ചെയ്യുക. ബ്രീത്ത് എടുത്ത് വിടുമ്പോൾ, ശ്വാസം എടുക്കുമ്പോൾ കൈ വശങ്ങളിലേക്ക് കെട്ടുമ്പോൾ ശ്വാസകോശം വികസിക്കും, അല്ലെ? കൂടുതൽ ശ്വാസത്തെ എടുക്കാൻ കഴിയും. അറിഞ്ഞ് ആഴത്തിലുള്ള ശ്വസനം, അല്ലെ? ഓക്സിജനെ ശരിയായ രീതിയിൽ നിറയ്ക്കുവാനും അറിഞ്ഞ് ആഴത്തിൽ പുറത്തേക്ക് വിടുമ്പോൾ, ശ്രദ്ധിച്ച് പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശത്തെ ക്ലെൻസ് ചെയ്യാനും പറ്റും. അപ്പൊ ശരീരത്തെ ക്ലെൻസ് ചെയ്യുക, ശരീരത്തെ ഊർജവൽക്കരിക്കുക, അതിലൂടെ മനസ്സിനെ അതിൻ്റെ അകത്തേക്ക് ഏകാഗ്രമാക്കുക, ശാന്തമാക്കുക. ഈ ഒരു ഉദ്ദേശത്തിലാണ് ചില ചലനങ്ങൾ, ശാരീരികമായിരിക്കുന്ന ചില വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗമുറകൾ പ്രധാനമായും വജ്രശക്തി കലയിലേക്ക് നമ്മൾ ഗുരുക്കന്മാർ അതിൽ ചിട്ടപ്പെടുത്തി വെച്ചത്. അതായത് മനസ്സിനെ ഇൻവോൾവ് ആക്കുക, അവിടെ എവിടെയും പോകുന്ന മനസ്സിനെ ചലിപ്പിക്കുന്ന നമ്മളുടെ ശരീരാവയവത്തിലേക്ക് കൊണ്ടുവരിക. അത് ആദ്യപടിയാണ്, ശ്രദ്ധയുടെ ആദ്യപടിയാണ്. ഒരുപാട് രണ്ട് പക്ഷി എന്തോ ഹലോ രണ്ട് പക്ഷിയും അറിയാം. ഒരേ സമയം മനസ്സിനായിട്ട് ശരീരം ഊർജ്ജം പ്രകാരം വ്യായാമവും മനസ്സിന് കോൺസെൻട്രേഷനും. യെസ് യെസ്. അതായത് നമ്മൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പൊ ഞാൻ എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ശരീരമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എൻ്റെ ഉള്ളിൽ ആത്മചൈതന്യം അല്ലെങ്കിൽ ചക്രതലങ്ങളുണ്ട്. ഈ 4 ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു വ്യക്തി. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. ഇതിനെ 4നെയും ഒരേ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ 4നെയും എനർജൈസ് ചെയ്യുക. അതിനുള്ള മെത്തേഡുകളാണ് നമ്മളൊരു പ്രാണായാമം ചെയ്യുമ്പോഴും, നമ്മൾ ഇത്തരത്തിലുള്ള ചില യോഗിക് വ്യായാമങ്ങൾ അല്ലെങ്കിൽ വജ്ര ശക്തി കലയിലെ ചില പ്രത്യേക ക്രിയകൾ ചെയ്യുമ്പോഴും ഈ ഊർജവിധാനം, ഊർജത്തിന്റെ പ്രയാണം അല്ലെങ്കിൽ പ്രാണന്റെ ഒരു കേന്ദ്രീകരണമാണ് അതിലൂടെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ശരീരം, മനസ്സിനെയും ഏകാഗ്രമാക്കുക, ശരീരത്തെയും മനസ്സെയും ഒരേ രേഖയിൽ കൊണ്ടുവരിക. അപ്പോഴാണ് ഏകാഗ്രത വർദ്ധിക്കുക. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ഒരു കുട്ടിയാണെന്നുള്ള ഉപകാരം. കേട്ടില്ല, സാറിന്റെ ശബ്ദം ക്ലിയർ അല്ല. അതായത് ഈ ട്രെയിനിങ് സൗകര്യം ചെയ്തു തരാം. എല്ലാവർക്കും ഒരു ക്ലാസ്, നമ്മളെ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ ഈ ട്രെയിനിങ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുന്നില്ലേ ഈ പ്രാണായ ക്രിയയിൽ തന്നെ ചെയ്യുന്ന, അത് ഒരു ജസ്റ്റ് വീഡിയോ മാത്രം അയക്കുന്നത്. അതുപോലെ ലൈവ് ക്ലാസ് തുടരാൻ ബുദ്ധിമുട്ടാവുമോ? സാർ എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട്, ഈ വോയിസ് ക്ലിയർ ആവുന്നില്ല, സാർ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം വാട്സപ്പിൽ. ഓക്കെ, ഈ സൗണ്ട് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്, ഞാൻ റിപ്ലൈ തരാം. ശരി, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കില്ലേ. ഗുരുജി, കുറച്ചു മുമ്പ് ഒരു സാധകം ചോദിച്ചായിരുന്നു, നമുക്ക് അഫർമേഷൻ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അത് ഗുരുജി ഉത്തരം പറഞ്ഞ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ആ സാധകം ചോദിച്ച ചോദ്യം അഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടല്ലോ, നമുക്കൊരു കാർ എടുക്കണം, ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ നടക്കണം, അല്ലെങ്കിൽ കുട്ടികളുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഈ സാധന ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഇതിനകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ സാധനം ചോദിച്ചത്. എന്നാണ് അതിനുള്ളൊരു, അത് ഏത് അവസരത്തിലാണ് നമ്മൾ ഈ സാധന ചെയ്യുന്ന ഏത് അവസരത്തിലാണത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗുരുജി സാധനയുടെ എല്ലാ സ്റ്റെപ്പുകളും തീരുന്ന, അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ സമർപ്പണം എന്ന് പറയുന്ന സ്റ്റെപ്പ് വജ്രശക്തി കലയിലൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ആ സമർപ്പണം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് അവിടെ പറയാം. കാരണം ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ പ്രാണിക് എനർജി കൂടിയിരിക്കും. നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ബ്രെയിനിന് പല
വേവ്സ് ഉണ്ട്, പല എനർജികളുണ്ട്. സദാ മനുഷ്യ ശരീരത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടെന്നാണ് പറയുക. നമ്മൾ പല കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് മനസ്സ് അവിടെ എവിടെയൊക്കെ പോകുമ്പോഴാണ് അത് ചിന്നിച്ചിതറി പോവുക. പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്ന ജലത്തെ ഒരു നദിയിൽ ഒരു അണക്കെട്ടിൽ കേന്ദ്രീകരിക്കുന്നു, അല്ലെ? അനേക നദികളിലൂടെയാണ് ജലം ഒഴുകി വരുന്നത്. അത് ഒറ്റ അണക്കെട്ടിലാക്കി നമ്മൾ കേന്ദ്രീകരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു ചെറിയ ഷട്ടർ ഉയർത്തിയിട്ട് ടർബൈനുകൾ പ്രവർത്തിപ്പിച്ചിട്ടാണ് ജലവൈദ്യുത പദ്ധതികളിൽ എന്തുണ്ടാക്കുന്നത്, വൈദ്യുതി നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. എന്നതുപോലെ മനുഷ്യ മനസ്സിൽ അനുനിമിഷം അനേകം ചിന്തകളുണ്ട്, ബോധ, ഉപബോധ, അബോധ മനസ്സുകളിലായിട്ട്. ഇത് പലതും ചിന്തിച്ചിതറിയ ചിന്തകളാണ്, ശിഥില ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യം ഇതിനെയൊക്കെ ഒന്ന് മാറ്റിമറിച്ചിട്ട് അതിനെ പോയിന്റൈസ് ചെയ്യലാണ്. അതിനാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രാണായാമം ചെയ്യുന്നത്, മന്ത്രജപം ചെയ്യുന്നത്, ഓം ധ്യാന വിദ്യ ചെയ്യുന്നത്. അങ്ങനെ ശരീരവും മനസ്സും ബോധതലവും ചക്രതലവും ഒക്കെ എനർജൈസ് ചെയ്തിട്ട് അവസാനം സമർപ്പണ സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആവശ്യപ്പെടാം. അപ്പൊ കൂടുതൽ അത് ഏകാഗ്രമാകും, കൂടുതൽ വേഗത്തിൽ പ്രപഞ്ചം അത് സ്വീകരിക്കും. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി തീരുന്നു. എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, ഞാൻ വിജയിക്കില്ല, ഞാൻ വളരില്ല, ഞാൻ രോഗിയാണ്, എന്റെ കല്യാണം നടക്കില്ല, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിൽ മെച്ചപ്പെടില്ല. ഇതാണ് പലരും ചിന്തിക്കുന്ന കാര്യം. മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത 80% മനുഷ്യ മനസ്സുകളും പൂർവ്വജന്മ വാസനകൾ കൊണ്ടോ ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും ട്രെയിനിങ്ങും ഇല്ലാത്ത മനസ്സുകൊണ്ട് നമ്മൾ ദുഃഖത്തിലേക്കോ നിരാശയിലേക്കോ ഒക്കെ കൂപ്പുകുത്തി പോകാറുണ്ട്, വളരില്ല, ഉയരില്ല. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി തീരുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ നല്ലതിനെ പറ്റി ചിന്തിച്ചാൽ നല്ലത് വരും, മനസ്സിലേക്ക് നല്ലത് ഇൻപുട്ട് കൊടുത്താൽ നല്ലത് ഔട്ട്പുട്ടായിട്ട് വരും. നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് വരും. ഇത് സയൻസ് പാരാസൈക്കോളജിസ്റ്റുകളും മെന്റലിസ്റ്റുകളും അല്ലെങ്കിൽ മനഃശാസ്ത്രകാരന്മാരും ഈ മേഖലയിൽ വിജയിച്ച എല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്, മനസ്സിനെ പവർഫുൾ ആക്കുക. അപ്പൊ നമ്മൾ ഈ മെത്തേഡുകൾ ചെയ്തിരിക്കുന്ന സമയത്ത് മനസ്സ് പവറായിരിക്കും, ഏകാഗ്രമായിരിക്കും, അല്ലെ? ഞാൻ ഊർജ്ജസ്വലനാണ്, ആരോഗ്യവാനാണ്, ആനന്ദവാനാണെന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിയുമ്പോൾ, കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഒരു സെക്കൻഡ് റിപ്പീറ്റ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പവർ വരില്ലേ? അതിന്റെ ഏറ്റവും അവസാനം എല്ലാ ടെക്നിക്കും ചെയ്ത് സമർപ്പണത്തില് നമ്മളുടെ ആഗ്രഹങ്ങൾ പറയുക മാത്രമല്ല അത് നടക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയും. അത് അവസാനം ചെയ്യുന്നതാണ് ഉത്തമം. യെസ്, ഇനി ചോദിക്കും. ഈ മെഡിറ്റേഷൻ ചെയ്യപ്പോഴേ നമ്മള് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ കേട്ടില്ല, വേറൊരു മെത്തേഡ് ഉണ്ടാവോ ഇതല്ലാതെ? അനേക മെത്തേഡുകളുണ്ട് ധ്യാനത്തിന്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 5 ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അനേക മെത്തേഡുകളുണ്ട്. ഏറ്റവും നല്ലത് ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? അതിപ്പോ ഓരോ വ്യക്തിയുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ചിലർക്ക് ഉദാഹരണത്തിന് ശ്വാസധ്യാനം ചിലർക്ക് വളരെയധികം നന്നായിരിക്കും. ചിലർക്ക് ശബ്ദാധിഷ്ഠിത ക്രിയകളായിരിക്കും അവർക്ക് കൂടുതൽ ഏകാഗ്രമാകാനായിട്ട് സഹായിക്കുക. നമ്മൾ അതുകൊണ്ടാണ് വജ്രശക്തികല ഉൾപ്പെടെയുള്ള മെത്തേഡുകളിലെല്ലാം തന്നെ ഈ പറയുന്ന മിക്ക മെത്തേഡുകളും നാദയോഗത്തിന്റെ, ധ്വനിയോഗത്തിന്റെ, ശ്വാസവിദ്യകളുടെ ഒക്കെ ടെക്നിക്കുകൾ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അനേകം കാര്യങ്ങളിൽ ഇതെല്ലാം കയറി വരും, ഓരോ ടെക്നിക്കുകൾ വരും. പക്ഷെ ആദ്യഘട്ടത്തിൽ ശ്വാസത്തെ ഒരാൾക്ക് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഏകാഗ്രമാക്കണം, അല്ലെ? മൂക്കിനും ചുണ്ടിനും ഇടയിൽ എവിടെയാ ശ്വാസം നടക്കുന്നത്? മൂക്കിനും ചുണ്ടിനും ഇടയിലാണ്. അപ്പൊ ആദ്യം ഇവിടേക്ക് ഏകാഗ്രമാകാൻ കഴിയണം. ശ്വാസം സൂക്ഷ്മമാണ്. ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനമുണ്ട്, പക്ഷെ നമ്മളിപ്പോ അതിനെ ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് മൂക്കിനും ചുണ്ടിനും ഇടയിൽ മനസ്സിനെ കൊടുത്തിട്ട് മനസ്സിനോട് പറയുന്നു, ഇപ്പൊ നിന്റെ ഡ്യൂട്ടി ഇതിനെ അറിയലാണ്. അപ്പോഴാണ് ശ്വാസം കയറുന്നത് അറിയുക, ശ്വാസം പോകുന്നത് അറിയുക. ഈ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ആ ശ്വാസധ്യാനം ചെയ്ത് അദ്ദേഹം ബോധോദയം നേടിയപ്പോൾ ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ എന്നായി. പക്ഷെ അത്ര പെട്ടെന്ന് സംഭവം സിമ്പിളാണ്, പക്ഷെ മനസ്സ് അത്ര പെട്ടെന്ന് ഇതിലേക്ക് ആവില്ല. ആദ്യം കുറച്ച് സമയം ശ്രദ്ധിക്കും, പിന്നെ അതുകൊണ്ടാണ് ആദ്യം ശക്തമായ പ്രാണായാമങ്ങൾ, മന്ത്രങ്ങൾ ചെയ്തിട്ട് പിന്നെ ഈ സൂക്ഷ്മത്തിലേക്ക് വരണം. മനസ്സിലായി? ഒരു ക്വസ്റ്റ്യൻ കൂടെ, നമ്മളുടെ ഈ ശ്രദ്ധ ഉണ്ടല്ലോ, നമ്മളെ മനസ്സില് വേറെ ചിന്തകൾ എന്ന് പറയാം, നമ്മളിൽ തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയും നമ്മളിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധ വെക്കാൻ വേണ്ടി എന്താണ് നല്ലതാണ് ശ്വാസധ്യാനം. ബെറ്റർ ആണ്, കാരണം നമ്മളിൽ നിരന്തരമായി നടക്കുന്ന ക്രിയയാണ് ശ്വാസത്തെ വേറെ ചിന്തകളൊന്നും നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേറെ ചിന്തകളില്ലാതെ ശ്വാസത്തെ, അതായത് പ്രസന്റിൽ മുഴുകുക എന്ന് പറയും.
നമ്മളുടെ മനസ്സ് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കും, അല്ലെ? ഉം. ആ ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചറിലേക്ക് വരാതിരിക്കാൻ എന്ത് ആയിരിക്കും. ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ഇനി ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പ്രയാസകരമാണെങ്കിൽ ഇപ്പൊ ഏത് ടെക്നിക്കാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ലെവൽ 2. ലെവൽ 2 വജ്രശക്തികല. അതിലെ മെത്തേഡുകൾ ഏറ്റവും ഉപകാരപ്രദമാണ്. അതിലെ പ്രാക്ടീസുകൾ ചെയ്ത് നമ്മൾ ശാന്തമായിട്ടിരിക്കുക, ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യുക. അതിൽ പറയുന്നുണ്ടല്ലോ പുഞ്ചിരിയോടെ ഇരിക്കുക, മന്ദഹാസ ധ്യാനം, ചക്രധ്യാനം, അല്ലെ? മൂലാധാര ടു ആജ്ഞ വരെയുള്ള ചക്രങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കുറച്ചുനാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് മുഴുകാൻ പറ്റുക. എത്ര ലെവലായി കഴിഞ്ഞാൽ ഒരു വലിയൊരു മാറ്റം വരും ഗുരുജി? അത് നമ്മൾ എത്രത്തോളം ആഴത്തിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. എത്രത്തോളം ആഴത്തിൽ ശ്രദ്ധയോടെ മുഴുകി നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം വേഗത്തിൽ നമ്മളൊരു മാറ്റം ഉണ്ടാകും. രാവിലെ തന്നെ അല്ലെ? അത് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് മാത്രമല്ല, ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും ജീവിതത്തിൽ വേണം. ഒപ്പം തന്നെ അത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് 45 മിനിറ്റ് 1.5 മണിക്കൂറിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. കാരണം രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ശരീര, മനോബൗദ്ധിക, ആത്മീയ, പ്രാണ, ചക്രതലങ്ങളെ സ്വാധീനിക്കും. ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചക്രങ്ങളെയും ബോധത്തെയും മനസ്സിനെയും ഒക്കെ എനർജൈസ് ചെയ്താൽ, ദാറ്റ് മീൻസ് വജ്രശക്തികളെ ചെയ്താൽ, അതിലെ സങ്കല്പം കൊടുത്താൽ നമുക്ക് കൂടുതൽ ഏകാഗ്രമായി ശാന്തമായി സന്തോഷത്തോടെ പോകാൻ കഴിയും. ഇടയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു ഭാഗമൊക്കെ എടുത്ത് നമ്മളത് ചെയ്തു നോക്കുക. മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പൂർവ്വജന്മ വാസനകളുള്ളതാണ്. ഈ ജന്മത്തിൽ അനേക അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ പലപ്പോഴും തികട്ടി വരും, വാസനകൾ. മനസ്സിലായില്ലേ? അപ്പൊ അതിന് നെഗറ്റീവായ ശിഥിലമായ ചിന്തകൾ വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോഴത്തെ ഈ ചിന്ത എനിക്ക് ദോഷകരമാണ്, അല്ലെങ്കിൽ ഈ ചിന്ത കൊണ്ട് എനിക്ക് ഗുണമില്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ പലപ്പോഴും ചിന്തകളുടെ പുറകെയൊക്കെ പോകും, തിരിച്ചറിയില്ല. അപ്പൊ ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ രാവിലെ പ്രാക്ടീസ് ചെയ്താൽ തിരിച്ചറിവ് വരും. ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്, അതിനെ റീപ്ലേസ് ചെയ്യുക. നോ നോ എന്ന് മനസ്സ് പറയാൻ തുടങ്ങുമ്പോൾ യെസ് യെസ് എന്ന് പറയിപ്പിക്കുക. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും. ഈ ശ്വാസത്തിന്റെ ഒപ്പം ഉള്ളിലോട്ടും വെളിയിലോട്ടും സഞ്ചരിക്കുക അല്ലേ? അത് നല്ലൊരു കോൺസെൻട്രേഷൻ, നല്ലതാണ്. അതിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു 24 മിനിറ്റ് ഒക്കെ അങ്ങനെ ശ്വാസത്തെ ഇടതടവില്ലാതെ നിരീക്ഷിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ധാരണയും ധ്യാനവും സംഭവിക്കും. 24 മിനിറ്റ് ഇരിക്കണം. പക്ഷെ അതിനിടയ്ക്ക് മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോകാൻ പാടില്ല. ശ്വാസം കയറുന്നു, ശ്വാസം ഇറങ്ങുന്നു, ഞാൻ അറിയുന്നു, ശ്വാസം കയറുന്നു, ഞാൻ ശ്വാസമാണ്, ഞാൻ ഈ ശരീരമല്ല ശ്വാസമാണെന്ന് ബോധം വരണം. അത് കുറച്ചു നാളത്തെ പ്രാക്ടീസ് കൊണ്ടേ പറ്റൂ. ഓക്കെ, അപ്പൊ ശരി. സോണാണ് സാറേ, ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇനി ശ്വാസത്തെ അറിയുന്നില്ല. അപ്പോഴേ നമ്മുടെ ഈ വയറിന്റെ ഉയർച്ച താഴ്ചയിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ? ക്രമേണ ഇതിലോട്ട് എത്താൻ പറ്റുമോ പെട്ടെന്ന്? അവിടെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കാം, അങ്ങനെയും ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ബോറടിച്ചോ? ഇല്ല. അപ്പൊ എന്തായാലും സന്തോഷം. പ്രാക്ടീസുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി.